Good morning. This is Akshaya. I had an All India rank of 2627 in the year 2020 doing final year MBBS in AIMS Nagpur. In നമ്മൾ part 3 of photosynthesis and higher plants ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് directly questions-ലേക്ക് പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ MCQ 14 questions വരെ സോൾവ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ will begin with very short answer type questions. First question. ഞാൻ question വായിക്കാണ്. ക്വസ്റ്റിന് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചിരിക്കുന്നത് examine the figure. എന്നിട്ട് 3 subdivision തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ is this structure present in animal cell or plant cell? In second subdivision എന്താ, can these be passed on to the progeny? How? And third question being name the metabolic processes taking place in the places marked 1 and 2. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇത് സോൾവ് ചെയ്യണമെങ്കിൽ എന്തെന്ന് അറിയണം, ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫിഗർ ആരുടെയാന്ന് വ്യക്തമായിട്ട് അറിവ് ഉണ്ടാവണം. അപ്പോ എന്താണ്, നമ്മൾ ക്ലോറോപ്ലാസ്റ്റിന്റെ ഡയഗ്രാം വരക്കാൻ പഠിച്ചിരുന്നു. അതിലെങ്ങനെയാണ് പഠിച്ചത്, അതിൽ ഈ സ്ട്രക്ചർ ആണ് പഠിച്ചത്. അപ്പോ ഇതാണ് ക്ലോറോപ്ലാസ്റ്റിന്റെ ഡയഗ്രാം. ആൻഡ് ഇതിന്റെ ലേബലിങ്സ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, നമുക്ക് ക്ലോറോപ്ലാസ്റ്റിന്റെ സെക്ഷൻ എടുത്ത് നോക്കിയാൽ നമുക്ക് ഏറ്റവും പുറത്ത് എന്ത് കാണാൻ പറ്റും, ഒരു ഔട്ടർ മെംബ്രെയിൻ കാണാൻ പറ്റും. അതിന്റെ തൊട്ടുള്ളിൽ ഒരു ഇന്നർ മെംബ്രെയിൻ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, ക്ലോറോപ്ലാസ്റ്റ് ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ. ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഒരു ഇന്നർ മെംബ്രെയിനും ഉണ്ട്. ഇനി അതിന്റെ ഉള്ളില് മേജർ ആയിട്ട് എന്താണ് കാണാൻ പറ്റുന്നത്, ചില ഗ്രീൻ സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും ഇതേപോലുള്ള. അതില് ഈ സ്ട്രക്ചേഴ്സിന്റെ പ്രത്യേകത എന്താ, ചില സ്ഥലത്ത് ഇങ്ങനെ സ്റ്റാക്ക് പോലെ, അതായത് കോയിൻസ് സ്റ്റാക്കിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ചില സ്ഥലത്ത് ഇൻഡിവിജ്വലി ഒറ്റക്ക് സിംഗിൾ ആയിട്ടും നമുക്ക് കാണാൻ പറ്റും. അപ്പോ അതിന്റെ ലേബിളിങ്സ് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ ലേബിൾ ചെയ്യണമെന്ന് അറിയാം. നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. ഈ ഓരോ കോയിനും, അതായത് ഇതിൽ ഓരോ സിംഗിൾ യൂണിറ്റിനെയും നമ്മൾ എന്തെന്ന് വിളിക്കും, തൈലക്കോയിഡ് എന്ന് വിളിക്കും. ആൻഡ് ഇതിന്റെ സ്റ്റാക്കിൽ അറേഞ്ച്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിച്ചു, ഗ്രാന തൈലക്കോയിഡ് എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ തൈലക്കോയിഡ് കണ്ടു, മെയിൻ സ്ട്രക്ചറൽ യൂണിറ്റ് ഇൻ ദി ക്ലോറോപ്ലാസ്റ്റ്. അതിന്റെ ഗ്രാന തൈലക്കോയിഡ് കണ്ടു. ആൻഡ് അതിന്റെ കൂടെ നമ്മൾ എന്ത് കണ്ടു, സ്ട്രോമൽ ലെമല്ലി കണ്ടു. എന്താണ് ഈ സ്ട്രോമൽ ലെമല്ലി? സ്ട്രോമൽ ലെമല്ലി എന്ന് പറഞ്ഞാല് നമ്മുടെ ഇന്റർഗ്രേനൽ തൈലക്കോയിഡ്സ് നമ്മൾ പറയും. അതായത് രണ്ട് ഗ്രേനൽ തൈലക്കോയിഡ്സ്, അതായത് ഗ്രാന തൈലക്കോയിഡിന്റെ ഗ്രാനിന്റെ ഇന്റർ ബിറ്റ്വീൻ കാണാൻ പറ്റുന്ന എന്ത് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ സ്ട്രക്ചറിനെയാണ് സ്ട്രോമ ലെമല്ലി എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ തൈലക്കോയിഡ് സ്റ്റാക്സ് അല്ലെങ്കിൽ ഗ്രാന എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് സ്റ്റാക്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു യൂണിറ്റ് അല്ലെങ്കിൽ കണക്ഷൻ അല്ലെങ്കിൽ മെംബ്രെയിന്റെ എക്സ്റ്റൻഷൻ നമ്മൾ എന്ത് വിളിച്ചു, സ്ട്രോമ ലെമല്ലി എന്ന് പറഞ്ഞു. അപ്പൊ ബേസിക്കലി സ്ട്രോമൽ ലെമല്ലി എന്താണ്, മെംബ്രെയിൻ എക്സ്റ്റൻഷൻ ആണ് വിച്ച് കണക്ട്സ് ദി തൈലക്കോയിഡ് സ്റ്റാക്ക് അല്ലെങ്കിൽ ഗ്രാന വിത്ത് ഈച്ച് അതർ. അപ്പോ അതിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും, അതായത് ഓരോ ഗ്രാന തമ്മിലുള്ള അല്ലെങ്കിൽ ഓരോ സ്റ്റാക്ക് തൈലക്കോയിഡ് സ്റ്റാക്ക് തമ്മിലുള്ള കണക്ഷനും കമ്മ്യൂണിക്കേഷനും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്, നമ്മുടെ സ്ട്രോമൽ ലെമല്ലി. ഇനി അടുത്ത സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും, ഈ മെയിൻ സ്ട്രക്ചർ കൂടാണ്ട് ഈ മേട്രിക്സ്, അതായത് ബാക്കിയുള്ള സറൗണ്ടിങ് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്തിരിക്കും. സ്ട്രക്ചേഴ്സ് അല്ല, സറൗണ്ടിങ് ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് മനസ്സിലായി, അതാണ് സ്ട്രോമ. ഇപ്പൊ സ്ട്രോമൽ ലെമല്ലി കണ്ടു, സ്ട്രോമ കണ്ടു. ഇത് കഴിഞ്ഞ് ചെറിയ ഡ്രോപ്ലെറ്റ്സ് കാണാം. ആ ഡ്രോപ്ലെറ്റ്സിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു, ലിപ്പിഡ് ഡ്രോപ്ലെറ്റ് എന്ന് വിളിച്ചു. ഇനി അതല്ലാണ്ട് ചെറിയ ഏറ്റവും സ്മോൾ ആയിട്ട് ഇങ്ങനെ റൗണ്ട് സ്ഫെറിക്കൽ സ്ട്രക്ചേഴ്സ് കാണാം. ആൻഡ് അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു, റൈബോസോംസ് എന്ന് വിളിച്ചു. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു, റൈബോസോം എന്ന് വിളിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഗ്രാന, അതായത് ഒരു സ്റ്റാക്ക്, ഹോൾ സ്റ്റാക്കിനെ നമ്മൾ ഗ്രാന എന്ന് വിളിച്ചിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് ഫൈനലി ഈ പർപ്പിൾ കളറിൽ വലിയ പ്ലേറ്റ്സ് പോലെ കാണാൻ പറ്റുന്നതാണ് സ്റ്റാർച്ച് ഗ്രന്യൂൾ. അപ്പൊ ഈ ഡയഗ്രാം നല്ല രീതിയിൽ വരക്കാൻ അറിയണം. ബേസിക് ആയിട്ട് ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് ആണെന്ന് അറിയണം, ബേസിക് യൂണിറ്റ് ആയ തൈലക്കോയിഡ്. ഇനി ഗ്രാന എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഗ്രാന തമ്മിലുള്ള കണക്ഷൻ സ്ട്രോമൽ ലെമല്ലി സറൗണ്ടഡ് ബൈ സ്ട്രോമ. ആൻഡ് ആ സ്ട്രോമയില് വേറെ എംബെഡഡ് ആയിട്ട് സ്ട്രക്ചേഴ്സ് ആണ് ലിപ്പിഡ് ഡ്രോപ്ലെറ്റും റൈബോസോംസും സ്റ്റാർച്ച് ഗ്രന്യൂൾസും ഒക്കെ. അപ്പൊ ഇത്രയും കാര്യം ലേബിൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നാൽ ഫസ്റ്റ് എന്താണ്, 1 ലേബിൾ ഇട്ടിരിക്കുന്നത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഈ പാർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെന്തായിരിക്കും, ട്രോമ. ഇനി 2 ലേബിൾ ചെയ്തിട്ട് അഗൈൻ ചോദിച്ചിട്ടുണ്ട്, അതെന്തായിരിക്കും, ഈ ചെറിയ സ്ട്രക്ചേഴ്സിനാണ് 2 എന്ന് പറഞ്ഞ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതെന്തായിരിക്കും,
DNA നമുക്കറിയാം ക്ലോറോപ്ലാസ്റ്റും മൈറ്റോകോൺഡ്രിയലും എങ്ങനെയാണ് സെൽ ഓർഗനലിന്റെ ഉള്ളിൽ തന്നെ ഓൺ DNA ഉണ്ട്. അപ്പൊ ആ DNA ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നമ്മുടെ എക്സ്ട്രാ ക്രോമസോമൽ DNA അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റിന്റെ DNA. എക്സ്ട്രാ ക്രോമസോമലിന്റെ എക്സ്ട്രാ ന്യൂക്ലിയർ DNA. അപ്പൊ 2 ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് എങ്ങനെ ലേബൽ ചെയ്യാം? എക്സ്ട്രാ ന്യൂക്ലിയർ DNA അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് DNA. ഇനി ഇത് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിനെ റെപ്ലിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നു. അതും കൂടി എഴുതി വെക്കാം. ഹെൽപ്സ് ഇൻ റെപ്ലിക്കേഷൻ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. അപ്പോ 1ഉം 2ഉം അതാണ് ലേബൽ ചെയ്തിരിക്കുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഓപ്ഷൻ, അതായത് ഫസ്റ്റ് സബ് ഡിവിഷൻ എ ചോദിച്ചിരിക്കുന്നത് എന്താ? ഇസ് ദിസ് സ്ട്രക്ചർ പ്രസന്റ് ഇൻ ആനിമൽ സെൽ ഓർ പ്ലാന്റ് സെൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അതിന്റെ ആൻസർ? എങ്ങനെയാണ്? നമുക്കറിയാം പ്ലാന്റ്സിന് ഫോട്ടോസിന്തസിസിനെ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് ക്ലോറോപ്ലാസ്റ്റ്. അപ്പൊ അവരെങ്ങനെയായിരിക്കും? ദേ ആർ പ്രസന്റ് ഇൻ പ്ലാന്റ് സെൽ. അപ്പോ ഫസ്റ്റിന്റെ ആൻസർ എന്തായി? Given diagram is chloroplast. Chloroplast is present in plant cells and absent in animal cells. ഇനി സെക്കൻഡ് ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്മിഷൻ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. അതാണ് ബി സബ് ഡിവിഷനിൽ ചോദിച്ചിരുന്നത്. Can these be passed down to the progeny? അവർ പ്രോജനിലേക്ക് പാസ് ഡൗൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ അതിന് നമുക്ക് എന്ത് പറയാം? ക്ലോറോപ്ലാസ്റ്റ് നമ്മൾ എന്തായിട്ടാണ് പഠിച്ചത്? സെമി ഓട്ടോണോമസ് സെൽ ഓർഗനൽ ആയിട്ടാണ് പഠിച്ചത്. സെമി ഓട്ടോണോമസ് സെൽ ഓർഗനൽ. അപ്പോ അവർക്ക് എന്താ പറ്റുക? അവർക്ക് ദേ പോസസ് DNA. ഓൺ DNA ഉണ്ട് വിത്തിൻ ദി സെൽ ഓർഗനൽ. അപ്പോ എന്ത് പറ്റും? സെൽ ഡിവിഷന്റെ സമയത്ത്, അതായത് സൈറ്റോകൈനസിന്റെ സമയത്ത് ബാക്കി എല്ലാ ഓർഗനൽസും നമുക്കറിയാം ഡോട്ടർ സെൽസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് റെപ്ലിക്കേറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ് കൊടുക്കുക. അപ്പോ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന DNA ഉള്ളതുകൊണ്ട് അവരെങ്ങനെയാ ട്രാൻസ്മിഷൻ നടക്കാം? ദേ ഡിവൈഡ് ത്രൂ ബൈനറി ഫിഷൻ. ബൈനറി ഫിഷൻ വഴി ആദ്യം അവര് റെപ്ലിക്കേറ്റ് ആവും അല്ലെങ്കിൽ ഡിവൈഡ് ആവും. 1 2 എന്നിട്ട് 2 അതിൽ ഓരോന്നും ഓരോ പ്രോജനി സെൽസിലേക്ക് പാസ് ഡൗൺ ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് അവര് ട്രാൻസ്മിറ്റഡ് ആവുന്നത് ടു ദി പ്രോജനി പ്ലാന്റ് സെൽസ്. അപ്പോ ബിയും നമ്മൾ സോൾവ് ചെയ്തു. Can these be passed on to the progeny? Yes. How? By binary division. By binary fission, they divide and are passed on to the progeny during cytokinesis. ഇനി സി ചോദിച്ചിരിക്കുന്നത് name the metabolic process taking place in the places marked 1 and 2. 1ലും 2ലും നടക്കുന്ന മെറ്റബോളിക് പ്രോസസ്സിനെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ 1 നോക്കി നമുക്കറിയാം സ്ട്രോമയാണ്. സ്ട്രോമയിൽ നടക്കുന്ന മെയിൻ റിയാക്ഷൻ ഏതാണെന്ന് നമ്മൾ പഠിച്ചത്? ഡാർക്ക് റിയാക്ഷൻ. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? മെയിൻ മെറ്റബോളിക് പ്രോസസ് വിച്ച് occurs in stroma is dark reaction. ഇനി സെക്കൻഡ് സബ് ഡിവിഷൻ ചോദിച്ചിരിക്കുന്നത് എന്താ? സെക്കൻഡ് മാർക്ക് ചെയ്തത് എക്സ്ട്രാ ന്യൂക്ലിയർ DNA ആണ്. ഇവിടെ നടക്കുന്ന മെയിൻ മെറ്റബോളിക് പ്രോസസ് എന്തായിരിക്കും? റെപ്ലിക്കേഷൻ. ഇതാണ് അതിന്റെ ആൻസർ. റെപ്ലിക്കേഷൻ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ആണ് ഈ എക്സ്ട്രാ ന്യൂക്ലിയർ DNA റിലേറ്റഡ് ആയിട്ട് നടക്കുന്ന മെറ്റബോളിക് പ്രോസസ്. അപ്പൊ നമ്മള് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തു, 3 സബ് ഡിവിഷൻ സോൾവ് ചെയ്തു ആൻഡ് ഈ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്തു. ഈ ഡയഗ്രത്തിൽ ഓരോന്ന് വരുന്നത് എന്തൊക്കെയാണെന്ന് കൂടി ഓൾറെഡി പറഞ്ഞു. ഇനി ജസ്റ്റ് ഈ ക്വസ്റ്റ്യന് ചോദിച്ചിട്ടില്ല, പക്ഷെ റെലവെന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറയാണ് സൈഡിൽ. ക്ലോറോപ്ലാസ്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി ചെയ്തു. ഇനി ഫങ്ഷൻസ്, ക്ലോറോപ്ലാസ്റ്റിന്റെ ഫങ്ഷൻസും ഇമ്പോർട്ടന്റ് ആണ്. എന്തായിരിക്കും മെയിൻ ഫങ്ഷൻ? പ്രൈമറിലി ഫോട്ടോസിന്തസിസ്, അതായത് ലൈറ്റിന് വന്ന് പതിക്കുന്ന ലൈറ്റിന് കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോ ഇതിന് വേണ്ട സാധന സാമഗ്രികളൊക്കെ എന്തിനുണ്ട്? നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിനുണ്ട്. അതെന്തൊക്കെയായിരിക്കും? ഫങ്ഷൻ മെയിൻലി ഫോട്ടോസിന്തസിസ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ടാവും? കണ്ടെയ്ൻ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ്. അപ്പോ ഈ പിഗ്മെന്റ്സ് എന്ത് ചെയ്യുന്നു? ലൈറ്റ് എനർജിനെ അബ്സോർബ് ചെയ്യുന്നു. മോസ്റ്റ്ലി ബ്ലൂവും റെഡ് പാർട്ടിനെ ആയിരിക്കും അബ്സോർബ് ചെയ്യുന്നത്. ആൻഡ് പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിനെ പതുക്കെ ഇനീഷ്യേറ്റ് ചെയ്ത് ക്യാരി ഓൺ ചെയ്ത് കൊണ്ടുപോകും. ഇനി അതല്ലാണ്ട് ക്ലോറോപ്ലാസ്റ്റിൽ നടക്കുന്നത് ലൈറ്റ് ഡിപ്പെൻഡന്റ് റിയാക്ഷൻ നടക്കും. അതും ഫോട്ടോസിന്തസിന്റെ താഴെ തന്നെയാണ് വരുന്നത്. ലൈറ്റ് ഡിപ്പെൻഡന്റ് റിയാക്ഷൻ. അങ്ങനെയാണ് എന്ത് പ്രോഡക്ട്സ് ഉണ്ടാവുന്നത്? ATPയും NADPH ഉണ്ടാവുന്നത്. ഇത് കൂടാണ്ട്
നമ്മുടെ സ്ട്രോമയില് ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രോമയില് എന്ത് നടക്കും? ലൈറ്റ് ഇൻഡിപെൻഡന്റ് ആയ റിയാക്ഷൻസ് നടക്കും, വിച്ച് ഇസ് ഡാർക്ക് റിയാക്ഷൻ. മോസ്റ്റ്ലി സ്ട്രോമയിലാണ് നടക്കുന്നത്. അതായത് ഈ ഉണ്ടായി വന്ന ATP വെച്ച് യൂട്ടിലൈസ് ചെയ്ത് അതൊക്കെ ഗ്ലൂക്കോസും അതർ ഓർഗാനിക് കമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന പ്രോസസ്. ഇനി ഇത് കഴിഞ്ഞ് ആസ് എ ബൈ പ്രോഡക്റ്റ് എന്തും കൂടി ഉണ്ടാകുന്നുണ്ട്? ഓക്സിജൻ പ്രൊഡക്ഷനും ഇതിന്റെ എന്തായിട്ട് ഒരു സബ് പ്രോഡക്റ്റ് ആയിട്ട് ബൈ പ്രോഡക്റ്റ് ആയിട്ട് റിലീസ് ആവുന്നുണ്ട്. ഇനി ക്ലോറോപ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ കണ്ടു. ഇനി ക്ലോറോപ്ലാസ്റ്റിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ അവരെങ്ങനെയാണ്? They are often described as, അല്ലെങ്കിൽ they are also known as semi-autonomous cell organelle. കാരണം എന്താ സെമി ഓട്ടോണോമസ് സെൽ ഓർഗനൽ എന്ന് വിളിക്കാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ പറയാൻ പറ്റണം, അവർക്ക് അവരുടേതായ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ലൈക്ക് ദ പ്രസൻസ് ഓഫ് ഓൺ റൈബോസോം ആൻഡ് ഓൺ DNA. അതുപോലെ തന്നെ അവരുടെ എവല്യൂഷണറി ഒറിജിനിലും കുറച്ച് ബാക്ടീരിയ ആയിട്ട് ചില സാമ്യതകളുണ്ട്. അതുകൊണ്ടാണ് ഇവർ എങ്ങനെയെന്ന് വിളിക്കുന്നത്? സെമി ഓട്ടോണോമസ് എന്ന് വിളിക്കുന്നത്. അപ്പോ ദേ ഹാവ് ഓൺ സർക്യുലർ DNA, അതായത് സെല്ലില് ന്യൂക്ലിയർ DNA ഓൾറെഡി ഉണ്ട്. അത് കൂടാണ്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് അവർക്ക് ഓൺ സർക്യുലർ DNA മോളിക്യൂൾ ഉണ്ട് വിത്തിൻ ദി സെൽ ഓർഗനൽ. ആൻഡ് അതിനെന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? ക്ലോറോപ്ലാസ്റ്റിന്റെ ഫംഗ്ഷനും പ്രോട്ടീന്റെ സിന്തസിസിനും ആൻഡ് ബാക്കിയുള്ള സംഭവത്തിനൊക്കെ റെപ്ലിക്കേഷനും അവരുടെ സൈറ്റോകൈനസിന്റെ സമയത്തുള്ള റെപ്ലിക്കേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്ക് ഓൾറെഡി അറിയാം, പഴയ ആദ്യം എവല്യൂഷൻ വന്നു തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ഡെവലപ്പ് ആയി വന്നതാണ് സൈനോ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ. അപ്പോ സൈനോ ബാക്ടീരിയയുടെ അവരുമായിട്ട് ചില എവല്യൂഷണറി സിമിലാരിറ്റീസ് ഇവർക്കുണ്ട്. കാരണം എന്താ? പണ്ട് ബിലീവ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്താന്ന് വെച്ചാല്, ഫസ്റ്റ് എല്ലാം പ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വിചാരിച്ചിരുന്നത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫ്രീ ലിവിങ് സൈനോ ബാക്ടീരിയ ആയിരുന്നു. ആൻഡ് അത് എൻഡോസിംബിയോസിസ് വഴി ഏതോ ഒരു സെല്ല് ഈ സൈനോ ബാക്ടീരിയ വിച്ച് വാസ് ബിലീവ് ടു ബി ക്ലോറോപ്ലാസ്റ്റിനെ എൻഗൾഫ് ചെയ്ത് ഒരു സെല്ലിന്റെ ഉള്ളിലേക്ക് വന്ന് ഫൈനലി അവർ ആ സെല്ലും അതിൽ എൻഗൾഫ് ചെയ്ത ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഫ്രീ ലിവിങ് സൈനോ ബാക്ടീരിയയും എന്തുണ്ടാക്കിയത്? സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കി. അങ്ങനെയാണ് എവല്യൂഷണറി ഒറിജിൻ വഴി ഇവരെ സെമി ഓട്ടോണോമസ് സെൽ ഓർഗനൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവർക്ക് ഓൺ സർക്കുലർ DNA ഉണ്ട് വിച്ച് ഇസ് ഇൻഡിപെൻഡന്റ്, ആൻഡ് അവര് ഓൺ റെപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ചെയ്യാനുള്ള കഴിവുണ്ട്. കാരണം എന്താ? അവർക്ക് ഓൺ റൈബോസോംസ് ഉണ്ടൊക്കെ, അതുകൊണ്ട് ഓൺ റെപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ ഈ റൈബോസോംസിന്റെ പ്രസൻസ് കാരണം പ്രോട്ടീൻ സിന്തസിസും അവർക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവരുടെ ഉള്ളിലുള്ള റൈബോസോംസ് ഏതാണ്? 70S ആണ്. അപ്പൊ 70S ആയതുകൊണ്ട് അവർക്ക് എന്തുണ്ട്? അതായത് ബാക്ടീരിയയിലും ഏതന്നെയാണ് കാണുന്നത്? 70S ക്രോമസോംസ് ആണ്, 70S റൈബോസോംസ് ആണ് ബാക്ടീരിയൽ റൈബോസോംസും. അപ്പൊ അതിന് ഓൾമോസ്റ്റ് സിമിലർ ആയതെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. ഈ സെല്ലിന്റെ ഉള്ളിലെ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫ്രീ ലിവിങ് സൈനോ ബാക്ടീരിയ ആയിരുന്നു വിച്ച് വാസ് എൻഗൾഫ്ഡ് ബൈ a cell and they started a symbiotic relationship. 70S ribosome which is almost similar to bacterial ribosome. അതുകൊണ്ട് പ്രോട്ടീൻ സിന്തസിസും ചെയ്യാൻ പറ്റും. ആൻഡ് അവർക്ക് ട്രാൻസ്ക്രിപ്ഷണൽ കൺട്രോളും ഉണ്ട്. ട്രാൻസ്ക്രിപ്ഷണൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ക്രിപ്ഷൻ വഴി RNA ഉണ്ടാവുന്നു ആൻഡ് അത് കഴിഞ്ഞ് പ്രോട്ടീൻ ഉണ്ടാവുന്നു. അപ്പൊ അവരുടെ ഓൺ ട്രാൻസ്ക്രിപ്ഷൻ അവർക്ക് റെഗുലേറ്റ് ചെയ്യാനുള്ള കൺട്രോൾ ഉണ്ട്. അതായത് ജീൻ എക്സ്പ്രഷനുള്ള കൺട്രോളും അവർക്ക് ഓൺ സ്വയം റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അവർക്ക് ഈ ട്രാൻസ്ക്രിപ്ഷണൽ കൺട്രോൾ ഉള്ളതുകൊണ്ടാണ് ഫോട്ടോസിന്തസിന് വേണ്ട പല പ്രോട്ടീൻസും ക്ലോറോപ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻസിന് വേണ്ട വേറെ പല പ്രോട്ടീൻസും സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ നടത്തുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലോറോപ്ലാസ്റ്റിനെ കുറിച്ച്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട് ആൻഡ് ആ റിയാക്ഷന് 2 സബ് ഡിവിഷനിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് റിയാക്ഷൻ? 2 വാട്ടർ മോളിക്യൂൾ 2 H2O gives എന്ത്? 2 H plus, ആക്ച്വലി 2 അല്ല 4 H plus ആണ്. ബാലൻസ് 4 H plus പ്ലസ് ഒരു O2 പ്ലസ് 4 ഇലക്ട്രോൺസ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. Where does this reaction take place in plants and what is the significance of this reaction? ഈ റിയാക്ഷൻ എവിടെയാണ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത് ആൻഡ് വാട്ട് ഇസ് ദി സിഗ്നിഫിക്കൻസ്? അപ്പൊ ഈ റിയാക്ഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏത് റിയാക്ഷൻ ആണ്. ഫോട്ടോ ലൈസിസ് അല്ലെങ്കിൽ വാട്ടർ സ്പ്ലിറ്റിംഗ് നമ്മൾ പറയും. വാട്ടർ സ്പ്ലിറ്റിംഗിന്റെ സൈറ്റ് എവിടെയാണെന്നാണ് നമ്മൾ പഠിച്ചത്. അതായത് തൈലക്കോയിഡ് മെംബ്രെയിനിലാണെന്നറിയാം. അതിന്റെ ഏത് സർഫസിനുള്ളതും കൂടി ഇമ്പോർട്ടന്റ് ആണ്. ടേക്സ് പ്ലേസ് ഇൻ ദി ഇന്നർ സർഫസ് ഓഫ് thylakoid
മെംബ്രെയിൻ. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റൻ ആൻസർ വേർ ഡസ് ദിസ് റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ പ്ലാന്റ്സ്? അതായത് തൈലക്കോയിഡ് മെംബ്രെയിന്റെ ഇന്നർ സർഫസ് ആണ് ഇത് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. ഇനി വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ? അല്ലെങ്കിൽ ഈ റിയാക്ഷൻ ഫോട്ടോലിസിസിന്റെ സിഗ്നിഫിക്കൻസ് എന്താന്ന് വെച്ചാൽ നമുക്കറിയാം എന്ത് ഫോട്ടോസിന്തസിന്റെ സമയത്ത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്, അതായത് നോൺ സൈക്ലിക്കും സൈക്ലിക്കും ഉണ്ട്. ആൻഡ് ഈ നോൺ സൈക്ലിക് നമ്മൾ ആദ്യം കണ്ടു PS2 നിന്ന് ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫേർഡ് ആൻഡ് ഫൈനലി അത് PS1 എത്തുന്നു ആൻഡ് ഫൈനലി ATP സിന്തസിന് വേണ്ട ഗ്രേഡിയന്റ് ഉണ്ടാക്കുന്നു. അപ്പോ ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് ഇലക്ട്രോൺസ് എങ്ങനെ PS2 നിന്ന് എക്സൈറ്റഡ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എപ്പോഴായാലും അത് ഡിപ്ലീറ്റഡ് ആയിപ്പോകും. അങ്ങനെ ഡിപ്ലീറ്റഡ് ആയി പോകാണ്ടിരിക്കാൻ എന്താണ് നമ്മുടെ PS2 ഇസ് അസോസിയേറ്റഡ് വിത്ത് വാട്ടർ സ്പിൽറ്റിംഗ് കോംപ്ലക്സ്. ഇനി ആ കോംപ്ലക്സ് ഉള്ളതുകൊണ്ട് എന്ത് പറ്റും, ഇവിടെ ഇലക്ട്രോൺസ് എപ്പോഴും ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് ഹെൽപ്സ് ഇൻ ഏത് ലൈറ്റ് റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ്. ഇനി ഇതിന്റെ കൂടെ തന്നെ ഈ ഉണ്ടായി വരുന്ന ഹൈഡ്രജൻ അയോൺസ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പ്രോട്ടോൺ ഗ്രേഡിയന്റ് പ്രൊഡ്യൂസ് ചെയ്താല് അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് അങ്ങനെ നമുക്ക് എനർജി സിന്തസൈസ്ഡ് ആവുള്ളൂ, അല്ലെങ്കിൽ ATP സിന്തസിസ് പോസിബിൾ ആവുള്ളൂ. അപ്പോ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഇതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് നമുക്ക് എന്തൊന്നും കൂടി കിട്ടുന്നുണ്ട്, ഓക്സിജനും കൂടി കിട്ടുന്നുണ്ട്. അപ്പൊ ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ എവല്യൂഷൻ ഓഫ് ഓക്സിജൻ ആസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. അപ്പൊ ഓക്സിജൻ നമുക്കറിയാം ലിവിംഗ് ബീങ്സിന് ഏറ്റവും ആവശ്യമുള്ളതാണ്. അപ്പൊ അത് റിലീസ് ചെയ്യുന്ന ഒരു പ്രോസസ് എന്ന് പറയുന്നത് നമുക്കും വളരെയധികം സിഗ്നിഫിക്കൻസ് ഉള്ളതാണ്. അപ്പൊ അതിന്റെ സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു ആൻസേഴ്സ്. ഇനി ഓർഡർലി റിട്ടൺ ആയിട്ടുള്ള സൊല്യൂഷൻ നമുക്ക് നോക്കാം. സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഫോട്ടോലിസിസ് ഓഫ് വാട്ടർ നടക്കുന്നത് എവിടെയാണ്? ഇന്നർ സൈഡ് ഓഫ് തൈലക്കോയിഡ് മെംബ്രെയിൻ. അത് ഫസ്റ്റ് പോയിന്റ്. റീപ്ലനിഷിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഫോട്ടോ സിസ്റ്റം 2 അത് അച്ചീവ് ചെയ്യുന്നതാണ് നമ്മുടെ മെയിൻ പ്രോസസ് ആയിട്ടുള്ള ഫോട്ടോലിസിസ്. ഇനി സിഗ്നിഫിക്കൻസ് എന്താന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം അതിന് 3 പ്രോഡക്ട്സ് നോക്കാം. ആ 3 പ്രോഡക്ട്സിന്റെ സിഗ്നിഫിക്കൻസ് ഇൻ ദി പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസും ആൻഡ് ഹ്യൂമൻ ബീങ്സും ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിക്കുക. അപ്പോ ഫസ്റ്റ് പോയിന്റ് എന്താണ്? സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ നടക്കുന്നുണ്ട്, ഹൈഡ്രജൻ അയൺസ് ഉണ്ടാവുന്നു, ഇലക്ട്രോൺസ് ഉണ്ടാവുന്നു ആൻഡ് ഓക്സിജൻ ഗ്യാസസ് ഉണ്ടാവുന്നു, ഓക്സിജൻ ഗ്യാസ് ഉണ്ടാവുന്നു. അപ്പൊ ഹൈഡ്രജൻ അയൺസ് പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ആണ് ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ സിന്തസിസ് ഓഫ് ATP. അപ്പൊ ATP സിന്തസിസിനെ ഹെൽപ്പ് ചെയ്തു. അപ്പൊ വിച്ച് ഇസ് ദി അസിമിലേറ്ററി പ്രോഡക്റ്റ് ഫോർ ഡാർക്ക് റിയാക്ഷൻ ടു അക്കർ. ഇനി ഉണ്ടായി വരുന്ന ഓക്സിജൻ ഇവോൾവ്ഡ് ഔട്ട് ആണ്. എവല്യൂഷൻ ഓക്സിജൻ റിലീസ് നടക്കുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ബൈ ദ പ്ലാന്റ് ഇറ്റ് സെൽഫ് ഫോർ റെസ്പിറേഷൻ. അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിനും ഇത് എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആണ്. ഇനി തേർഡ് റിലീസ് ആയത് എന്താണ്? ഇലക്ട്രോൺസ് ആണ്. ഈ ഇലക്ട്രോൺസ് ഹെൽപ്സ് ഇൻ റീപ്ലനിഷിംഗ് എക്സൈറ്റഡ് ഇലക്ട്രോൺസ് ഇൻ ഫോട്ടോ സിസ്റ്റം 2. ആൻഡ് ഓൾസോ ഈ ഹൈഡ്രജൻ അയൺസ് പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാക്കാൻ മാത്രമല്ല എന്തിനും കൂടി ഹെൽപ്പ് ചെയ്യുന്നു. ഹൈഡ്രജൻ അയൺസ് ഉണ്ടാവുന്നതുകൊണ്ട് നമ്മുടെ NADP ഫൈനലി ഇലക്ട്രോൺസ് ആക്സെപ്റ്റ് ചെയ്ത് H+ കൂടെ ആക്സെപ്റ്റ് ചെയ്താൽ NADPH ആവുള്ളൂ. ആൻഡ് ഈ NADPH അഗെയിൻ ഒരു ATP പോലെ തന്നെ അസിമിലേറ്ററി പ്രോഡക്റ്റ് ആണ്. അസിമിലേറ്ററി പ്രോഡക്റ്റ് ആയ രണ്ടാമത്തെ ആയ NADPHന്റെ സിന്തസിസിനും കൂടി, അതായത് റിഡക്ഷൻ ഓഫ് NADP ടു NADPHനും ഏത് ഹെൽപ്പ് ചെയ്യും? നമ്മുടെ ഹൈഡ്രജൻ അയൺസ് ഹെൽപ്പ് ചെയ്തു. ഇത്രയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. Cyanobacteria and some other photosynthetic bacteria do not have chloroplasts. How do they conduct photosynthesis? ഇതൊരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. അത്ര ഇമ്പോർട്ടന്റ് എന്നല്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ ഫാക്ച്വൽ പോലെ. സൈനോബാക്ടീരിയം പഴയ ഏറ്റവും ഏൻഷ്യന്റ് ആയിട്ടുള്ള അതർ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയക്കൊന്നും എന്ത് ഡെവലപ്പ് ആയിട്ടില്ല? നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ഓർഗനൽ ഫോർ ഫോട്ടോസിന്തസിസ് ഡെവലപ്പ് ആയിട്ടില്ല. അപ്പൊ ഇവർക്ക് എന്തിന്റെ ഹെൽപ്പിനാലാണ് ഇവര് ഫോട്ടോസിന്തസിസ് നടത്തുന്നത്? അപ്പൊ നമ്മൾ സൈനോബാക്ടീരിയ എടുത്ത് നോക്കിയപ്പോ നമ്മൾ എന്തെന്ന് കണ്ടു? സൈനോബാക്ടീരിയയില് ചില തൈലക്കോയിഡ്സ് പോലെയുള്ള സാധനങ്ങൾ, അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ലാമെല്ലാർ സിസ്റ്റംസ് നമുക്ക് കാണാൻ സാധിച്ചു. കോംപ്ലക്സ് ലാമെല്ലാർ സിസ്റ്റംസ്. അപ്പൊ ഇവരെങ്ങനെയാണ്, അതായത് നമുക്കറിയാം തൈലക്കോയിഡ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു അതേപോലെ തന്നെ അവര് ഈ കോംപ്ലക്സ് ലാമെല്ലാർ സിസ്റ്റംസ് ഫങ്ഷൻ ചെയ്തു. ആൻഡ് അതിന് അവർക്ക് വേണ്ട പിഗ്മെന്റ്സ്, അതായത് ക്ലോറോഫിൽ A ആണോ അല്ലെങ്കിൽ ഫൈക്കോസയാനിൻ ഫൈക്കോവെറിത്തിനൊക്കെ നമുക്ക് ബ്ലൂ ഗ്രീൻ ആൽഗയിലൊക്കെ കാണാൻ പറ്റും. ആൻഡ് ഈ ആവശ്യമുള്ള പിഗ്മെന്റ്സ് ഒക്കെ ഏതിൽ എംബെഡഡ് ആയിരിക്കും? ഈ കോംപ്ലക്സ് ലാമെല്ലാർ സിസ്റ്റത്തിൽ എംബെഡഡ് ആയിരിക്കും. അപ്പോ അവർക്ക് എന്ത് പെർഫോം ചെയ്യാൻ പറ്റും? ഓക്സിജനിക് ഫോട്ടോ സിന്തസിസ്. ഇനി സൈനോബാക്ടീരിയന്റെ കാര്യം. ഇനി അതർ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയയിലും എങ്ങനെയാണ്? ചില പിഗ്മെന്റ്സ് ഉണ്ട് വിച്ച് ഹെൽപ്സ് ഇൻ
ഫോട്ടോസിന്തസിസ്. ബാക്ടീരിയോ ക്ലോറോഫിൽസ്, ഇത് മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയോ ക്ലോറോഫിൽസ് എന്ന് പറയുന്ന പിഗ്മെന്റ് ഉണ്ട്. ആൻഡ് ഇതും എങ്ങനെയാണ്, വേറെ കുറെ ടൈപ്സ് ഉണ്ട് ലൈക്ക് ക്ലോറോഫിൽ. ആൻഡ് ഈ ബാക്ടീരിയോ ക്ലോറോഫിലും എന്ത് പെർഫോം ചെയ്യും, ഫോട്ടോസിന്തസിസ് പെർഫോം ചെയ്യും. ബട്ട് അവർക്ക് എങ്ങനെയാണ് ഓക്സിജൻ ഇവല്യൂഷൻ നടത്താനുള്ള കേപ്പബിലിറ്റി ഇല്ല. അവരും ഫോട്ടോസിന്തസിസ് ചെയ്യും, പക്ഷെ നോട്ട് ഓക്സിജനിക്. സൈനോബാക്ടീരിയ നമ്മൾ ഓക്സിജനിക് ഫോട്ടോസിന്തസിസ് ആണ് കണ്ടത്, പക്ഷെ ഇവിടെ ഓക്സിജനിക് ഫോട്ടോസിന്തസിസ് കാണാൻ പറ്റില്ല. പക്ഷെ ജസ്റ്റ് ഫോട്ടോസിന്തസിസ് നടക്കും, ബട്ട് ഡു നോട്ട് ഇവോൾവ് ഓക്സിജൻ. ഇനി അവർക്ക് ചില സ്ട്രക്ചറൽ ഡിഫറൻസ് ഒക്കെ ഉണ്ട് ഫ്രം നോർമൽ ക്ലോറോഫിൽ. അതുകൊണ്ടാണ് അവരെ ബാക്ടീരിയ സ്പെസിഫിക്കലായിട്ട് ബാക്ടീരിയോ ക്ലോറോഫിൽ എന്ന് വിളിച്ചിരിക്കുന്നത്. ആൻഡ് ബാക്ടീരിയോ ക്ലോറോഫിലിന് കുറെ വേരിയൻസും കുറെ ടൈപ്സ് ഒക്കെ ഉണ്ട്. ആൻഡ് കുറെ സ്ട്രക്ചറൽ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. അപ്പോൾ ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. സൈനോബാക്ടീരിയം, ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയം, ക്ലോറോപ്ലാസ്റ്റ് ഇല്ലാണ്ട് എങ്ങനെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ ഫോട്ടോസിന്തസിസ് കണ്ടക്റ്റഡ് ആവുന്നത്. അപ്പോൾ ആൻസർ എന്ത് എഴുതാം? സൈനോബാക്ടീരിയം, ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയം യൂക്കറിയോട്ട് അല്ല. യൂക്കറിയോട്ട് അല്ലെങ്കിൽ അവർക്ക് വെൽ ഡിഫൈൻഡ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്ത് പറ്റും? ഇവരുടെ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ഒരു മെംബ്രെയിനസ് ഫോംസിൽ പ്രിമിറ്റീവ് നേച്ചർ ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ അറേഞ്ച്ഡ് ആയിരിക്കും ആസ് കോംപ്ലെക്സ് ലെമല്ലാർ സിസ്റ്റംസ്. ആൻഡ് അവരെങ്ങനെയും സോളാർ എനർജി യൂട്ടിലൈസ് ചെയ്യും. അതായത് സണ്ണിന്റെ സൺലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു, ട്രാപ്പ് ചെയ്യുന്നു, ആൻഡ് ഫൈനലി ഫോട്ടോസിന്തസിസ് ക്യാരി ഔട്ട് ചെയ്യുന്നു. അതിലെ മേജർ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ സൈനോബാക്ടീരിയ ഓക്സിജനിക് ആണ്, പക്ഷെ ബാക്കിയുള്ള ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ എങ്ങനെയാണ്? നോട്ട് ഓക്സിജനിക്. ദേ ഡു നോട്ട് ഇവോൾവ് ഓക്സിജൻ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് NADP റിഡക്ടേസ് എൻസൈം ഇസ് ലൊക്കേറ്റഡ് ഓൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്? ഇത് ബേസിക് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയതുകൊണ്ട് ഓൾറെഡി ചെയ്തതുകൊണ്ട് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ഔട്ടർ സൈഡ് ഓഫ് തൈലക്കോയിഡ് മെംബ്രെയിൻ. അതിന്റെ ഫംഗ്ഷൻ എന്താണ്? റിഡക്ഷൻ ഓഫ് NADP to NADPH. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടോൺ ഗ്രേഡിയന്റ് ലീഡ്സ് ടു റിലീസ് ഓഫ് ഡാഷ്. എന്താണ്? പ്രോട്ടോൺ ഗ്രേഡിയന്റ് ബ്രേക്ക് ചെയ്ത് എപ്പോഴും റിലീസ് ചെയ്യുന്നതാണ് ATP. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? സെക്കൻഡ് ക്വസ്റ്റ്യന്റെ റിലീസ് ഓഫ് ATP അല്ലെങ്കിൽ ATP സിന്തസിസ് എന്ന് പറയാൻ പറ്റും. ലൈറ്റ് റിയാക്ഷൻ നടക്കും. നമുക്കറിയാം പ്രോട്ടോൺ ഗ്രേഡിയന്റ് ക്രിയേറ്റഡ് ആവാണ്. ഈ പ്രോട്ടോൺ ഗ്രേഡിയന്റ് എങ്ങനെയാണ് ക്രിയേറ്റഡ് ആവുന്നത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് ഹൗ ദിസ് പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഇസ് ഫോംഡ് അല്ലെങ്കിൽ ഹൗ ദിസ് പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഇസ് സെറ്റ് ഉള്ളത് 3 ഹെഡിങ്സിൽ പറഞ്ഞാണ്. വാട്ടർ സ്പ്ലിറ്റിംഗ് റിയാക്ഷൻ 1, പിന്നെ പ്രൈമറി അക്സെപ്റ്റർ. നമ്മുടെ PS2 ഇലക്ട്രോൺസ് എടുത്ത് ആദ്യം ഒരു ഇലക്ട്രോൺ കാരിയറിനല്ല കൊടുക്കുന്നത്, ഒരു ഹൈഡ്രജൻ കാരിയറിനാണ് കൊടുക്കുന്നത്. അങ്ങനെ ആക്യുമുലേഷൻ നടക്കുന്നു. തേർഡ് NADP റിഡക്ടേസ്, അത് ഔട്ടർ സർഫേസ് ഓഫ് തൈലക്കോയിഡ് മെംബ്രെയിൻ അല്ലെങ്കിൽ സ്ട്രോമ സൈഡ് ഓഫ് തൈലക്കോയിഡ് മെംബ്രെയിനിൽ സിറ്റുവേറ്റഡ് ആണ്. ആൻഡ് ഇറ്റ് ഓൾസോ grabs H+ from the stroma to reduce NADP to NADPH. അപ്പോൾ ഇത്തരം കാരണങ്ങൾ കൊണ്ട് പ്രോട്ടോൺ ഗ്രേഡിയന്റ് സെറ്റ് ആവുന്നു. ആൻഡ് ഈ പ്രോട്ടോൺ ഗ്രേഡിയന്റ് സെറ്റ് ആയതിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ്? പ്രോട്ടോൺ ഗ്രേഡിയന്റ് ബീങ് ദി ഡ്രൈവിംഗ് സോഴ്സ് ഫോർ സിന്തസിസ് ഓഫ് ATP. അവർ തൈലക്കോയിഡ് മെംബ്രെയിന്റെ അക്രോസ് ഡെവലപ്പ് ആയി വന്നത് പ്രോട്ടോൺ അത് കൂടി തിരിച്ച് ലൂമെന്ന് സ്ട്രോമയിലേക്ക് പോകുന്നു. ആൻഡ് അതിന് റിലീസ് ആവുന്ന ഒരു പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് കൊണ്ട് നമ്മുടെ ATP is synthesized. This leads to production of ATP molecules. So, in the answer leads to release of ATP. This first question answer already on the outer surface of thylakoid membrane. Fifth question. Can girdling experiments be done in monocots? If yes, how? If no, why not? So, girdling experiment നമ്മൾ ട്രാൻസ്പോർട്ട് ചാപ്റ്റർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ, അതായത് ബാർക്കിന് നമ്മൾ വിളിക്കും. ഈ ബാർക്കിന് റിമൂവ് ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആണ് എന്ത്? ഗേർഡ്ലിംഗ് എക്സ്പെരിമെന്റ്സ്. അപ്പോ ഇത് മോണോകോട്ടിൽ ചെയ്യാൻ പറ്റൂ എന്നുള്ളതിന്റെ ചോദിച്ചതിന്റെ ആക്ച്വൽ പേർപ്പസ് എന്താന്ന് വെച്ചാല് എന്താണ്? നമുക്കറിയാം മോണോകോട്ട്, നമ്മളോട് ചോദിക്കാനോ മോണോകോട്ടിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാവോ? അതായത് അവരുടെ വാസ്കുലർ ബണ്ടിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവോ? കാരണം എന്താ? ഗേർഡ്ലിംഗ് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിന്റെ സൈലം നമ്മൾ റിമൂവ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഫ്ലോയം മാത്രം റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം അതിന്റെ സ്ട്രക്ചറിൽ എങ്ങനെയാണ് നമുക്കറിയാം, ഫ്ലോയം ടിഷ്യൂ എങ്ങനെയാണ്? ഫ്ലോയം ടിഷ്യൂ പുറത്താണ്, പെരിഫറി ലൊക്കേറ്റഡ്, നമുക്ക് റിമൂവ് ചെയ്യാം ബൈ ദി റിമൂവൽ ഓഫ് ബാർക്ക് അല്ലെങ്കിൽ ഗേർഡ്ലിംഗ് എക്സ്പെരിമെന്റ് വഴി. പക്ഷെ ഉള്ളിലുള്ള ടിഷ്യൂ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മോണോകോണിന്റെ സ്ട്രക്ചർ എടുത്ത് നോക്കിയാൽ അവരുടെ വാസ്കുലർ ബണ്ടിൽസ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് സ്കാറ്റേർഡ് ഓൾ ഓവർ ദി വിഡ്ത് ഓഫ് സ്റ്റെം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആ സ്പെസിഫിക് ബാൻഡ് ഓഫ് ഫ്ലോയം ടിഷ്യൂ കിട്ടിയാലേ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റൂ. പക്ഷെ ഇതിൽ ഓൾ ഓവർ സ്കാറ്റേർഡ് ആയതുകൊണ്ട് നമുക്ക് ആ സ്പെസിഫിക് ബാൻഡ് കിട്ടില്ല. ആസ് വി ഗെറ്റ് ഇൻ ഡൈക്കോട്ട്, അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ സ്പെസിഫിക് ബാൻഡ് കിട്ടാത്തതുകൊണ്ട് ഗേർഡ്ലിംഗ് എക്സ്പെരിമെന്റ് നമുക്ക് മോണോകോട്ടിൽ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇറ്റ്സ് നോട്ട് സക്സസ്ഫുൾ. ഇത്രയാണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ.
ഇനി 6th ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഒരു ഫോമിന് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട് ആൻഡ് അതിന്റെ 2 ക്വസ്റ്റ്യൻ സബ്ഡിവിഷൻ ചോദിച്ചിട്ടുണ്ട്. ഇക്വേഷൻ തന്നിരിക്കുന്നത് 3CO2 plus 9 ATP plus 6 NADPH plus water gives glyceraldehyde 3-phosphate plus NADP plus 6 NADP plus 8 inorganic phosphate. ഇനി ചോദിച്ചത് how many molecules of ATP and NADPH are required to fix 1 molecule of CO2. അപ്പൊ ഒരു മോളിക്യൂൾ ഓഫ് CO2 എത്ര ATP യും NADPH വേണമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഫോമിൽ എടുത്തു നോക്കിയാൽ നമുക്കറിയാം 3 CO2 എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്, 3 മോളിക്യൂൾസ് CO2 ഉണ്ടെങ്കിലാണ് 9 ATP നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. അപ്പോ ഒരു മോളിക്യൂൾ ഓഫ് CO2 ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സൈഡ് എഴുതാം 3CO2. ഇതിന് എത്ര വേണം, ATP 9 ATP വേണം. ഇനി ഒരു CO2 അപ്പൊ എത്ര വേണം, ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3 ATP കിട്ടും. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ 1 CO2 molecule requires 3 ATP molecules. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, എത്ര NADPH ആണ്, ഇതിലെങ്ങനെയാണ് 6 NADPH 3 CO2 വേണം. അപ്പൊ ഒരു CO2 ആണെങ്കിൽ ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ NADPH എത്ര കിട്ടും, ഇതും ഡിവൈഡ് ബൈ 3 ചെയ്യാം, ഇതും ഡിവൈഡ് ബൈ 3 ചെയ്യാം. അപ്പൊ ആൻസർ എന്ത് കിട്ടും, 6/3 2 കിട്ടും. അപ്പൊ എത്ര NADPH വേണം, 3 മോളിക്യൂൾസിന് 6 NADPH വേണമെങ്കിൽ ഒരു മോളിക്യൂളിന് 6/3 2 NADPH മോളിക്യൂൾസ് വേണം. അതിന്റെ ആൻസർ എന്തായിരിക്കും, 3 ATP യും 2 NADPH മോളിക്യൂൾസും വേണം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വേർ ഇൻ ദ ക്ലോറോപ്ലാസ്റ്റ് ഡസ് ദിസ് പ്രോസസ് ഒക്കർ. ക്ലോറോപ്ലാസ്റ്റിലെ ഏത് സ്ഥലത്താണ്, ഏത് സൈറ്റിലാണ് നടക്കുന്നത് നമുക്കറിയാം. ഇത് ഡാർക്ക് റിയാക്ഷന്റെ ഭാഗമായിട്ട് കാൽവിൻ സൈക്കിൾ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് എവിടെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, എവിടെയാണ്, സ്ട്രോമയിലാണ് നടക്കുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഡാർക്ക് റിയാക്ഷൻ, അതായത് CO2 റെഡ്യൂസ് ചെയ്ത് ഗ്ലൂക്കോസും അതർ ഓർഗാനിക് കമ്പൗണ്ട്സും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രോമ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഇനി അത് കൂടാണ്ട് അതിന് ചില ഇമ്പോർട്ടന്റ് പോയിന്റ്സ് തന്നിട്ട് എങ്ങനെയാണ് ലൈറ്റ് റിയാക്ഷൻ ഉണ്ടായ ATP NADPH നമ്മുടെ അസിമിലേറ്ററി പവർ ഉപയോഗിച്ച് അവര് എന്തുണ്ടാക്കുന്നു, അടുത്ത ഡാർക്ക് റിയാക്ഷനിൽ കടന്ന് ഗ്ലൂക്കോസ് സിന്തസിസ് നടത്തുന്നു. ആൻഡ് ഈ റിയാക്ഷനിൽ ഫസ്റ്റ് മേജർ പ്രോഡക്റ്റ് ഉണ്ടാകുന്ന ഏതാണ്, ഗ്ലിസറാൽഡിഹൈഡ് 3-phosphate. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 7th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഡസ് മൂൺലൈറ്റ് സപ്പോർട്ട് ഫോട്ടോസിന്തസിസ് ഫൈൻഡ് ഔട്ട്. മൂൺലൈറ്റ് വഴി ഫോട്ടോസിന്തസിസ് നടക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്തറിയാം, ഫോട്ടോസിന്തസിസ് യൂഷ്വലി നടക്കുന്ന സൺലൈറ്റിലാണ്. ആൻഡ് സൺലൈറ്റിൽ തന്നെ നമുക്കറിയാം വിസിബിൾ സ്പെക്ട്രം ഉണ്ട്. ആൻഡ് അത്രയും amount of wavelength വരുന്നുണ്ടെങ്കിലും ഏതാണ് മോസ്റ്റ്ലി എടുക്കുന്നത് 300 to 700 നാനോമീറ്റർ ആണ് ഫോട്ടോസിന്തസിന് യൂട്ടിലൈസ് ചെയ്യുന്നത്. അതിൽ തന്നെ ബ്ലൂവും റെഡും ആണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. അപ്പൊ ദീസ് ആർ വെരി ഹൈ എനർജി ഉള്ള വേവ് ലെങ്ത് ആണ് നമുക്ക് കിട്ടുന്നത് ഫോർ ഫോട്ടോസിന്തസിസ്. പക്ഷെ മൂൺ ലൈറ്റിൽ എങ്ങനെയാണ്, മൂൺ ലൈറ്റിൽ നമുക്ക് ആക്ച്വലി ഇത്രയും ഫോട്ടോസിന്തസിന് വേണ്ട അത്രയും ഉള്ള വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് ഒന്നും കിട്ടുന്നില്ല. അപ്പോ അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ ലൈറ്റ് റിയാക്ഷൻ തന്നെ എന്ത് ചെയ്യുന്നില്ല, ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ലൈറ്റിന്റെ ക്വാളിറ്റി കുറഞ്ഞ് വന്നു. കാരണം ഇറ്റ് ഇസ് മൂൺ ലൈറ്റ് നൗ, നോട്ട് സൺലൈറ്റ്. അപ്പൊ മൂൺ ലൈറ്റിൽ ലൈറ്റിന്റെ ക്വാളിറ്റി കുറഞ്ഞു, ഹൈ എനർജിന്ന് ലോ എനർജിയിലേക്കായി. അപ്പൊ ഈ എനർജിന്ന് ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആവുന്നില്ല. ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആയില്ലെങ്കിൽ ലൈറ്റ് റിയാക്ഷൻ നടക്കില്ല. ലൈറ്റ് റിയാക്ഷൻ നടന്നില്ലെങ്കിൽ അസിമുലേറ്ററി പ്രോഡക്ട്സ് എന്ന് പറയുന്ന ATP NADPH ഉണ്ടാവില്ല. ATP NADPH ഇല്ലെങ്കിൽ CO2 റിഡക്ഷൻ ഇൻടു ഗ്ലൂക്കോസ് അത് നടക്കില്ല. നമ്മളിവിടെ ഓൾറെഡി കണ്ടു CO2 റിഡക്ഷൻ ഏറ്റവും ആദ്യം വേണ്ടത് എന്താണ്, ATP യും NADPH ആണ്. അതേ ഉണ്ടായിട്ടില്ല. അതില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയാണ് ബാക്കിയുള്ള സ്റ്റെപ്സ് ഉണ്ടായി ഫൈനലി ഫോട്ടോസിന്തസിസ് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുക. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഫോട്ടോസിന്തസിസ് മൾട്ടിപ്പിൾ സ്റ്റെപ്സ് നടക്കുന്ന ഒരു പ്രോസസ് ആണ്. ആൻഡ് അതിൽ ലൈറ്റ് ഡിപെൻഡന്റും ലൈറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള റിയാക്ഷൻസും ഉണ്ട്. ഇനി ഇൻ ദി ലൈറ്റ് ഡിപെൻഡന്റ് റിയാക്ഷൻസ് എന്താ പറ്റുക, ഇലക്ട്രോൺസ് എക്സൈറ്റ്മെന്റ് നടക്കും. ആൻഡ് ഈ എക്സൈറ്റ്മെന്റ് നടക്കണമെങ്കിൽ ലൈറ്റ് എനർജി ഫ്രം ദി സൺലൈറ്റ് ഇസ് റിക്വയർഡ്. പക്ഷെ ലൈറ്റ് എനർജി ഫ്രം ദ മൂൺ അല്ലെങ്കിൽ മൂൺ ലൈറ്റിന് എന്ത് കേപ്പബിലിറ്റി ഇല്ല, does not have this ability to excite the electrons of the photosystem. അത് നടക്കുന്നില്ലെങ്കിൽ ലൈറ്റ് ഡിപെൻഡന്റ് റിയാക്ഷൻസ് വിൽ നോട്ട് occur. അങ്ങനെയാണെങ്കിൽ ഡാർക്ക് റിയാക്ഷൻ which is already dependent on the products of light reaction in ATP and NADPH അതും does not occur. അപ്പൊ എന്തായാലും plants will not be able to perform photosynthesis in the moonlight. ഇത്രയാണ് 7th question answer. ഇനി 8th question ചോദിച്ചിരിക്കുന്നത് some of these terms or chemicals are associated with the C4 cycle. Explain. ഫസ്റ്റ് വന്നിരിക്കുന്ന ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ, സെക്കൻഡ് വന്നിരിക്കുന്ന കാൽവിൻ സൈക്കിൾ, തേർഡ് വന്നിരിക്കുന്ന പെപ് കാർബോക്സിലേസ്
ആൻഡ് ലാസ്റ്റ് വന്നിട്ട് ബണ്ടിൽ ഷീറ്റ് സെൽസ്. അപ്പൊ ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ നമ്മൾ എവിടെയാണ് കണ്ടത്? അതായത് ഹാച്ച് ആൻഡ് സ്ലാക്ക് എന്തിന്റെ വേറെ പേരാണ്? C4 പാത്വേയുടെ വേറെ പേരാണ്. അപ്പൊ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് C4 പാത്വേ അല്ലെങ്കിൽ C4 സൈക്കിൾ. ഇനി ഇത് എന്തുകൊണ്ടാണ് ഹാച്ച് സ്ലാക്ക് പാത്വേ C4 സൈക്കിളിന്റെ വേറെ പേര് എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ MD ഹാച്ച് ആൻഡ് CR സ്ലാക്ക്. അതുകൊണ്ട് അവരുടെ പേര് ജസ്റ്റ് ഇട്ടേ ഉള്ളൂ. ആൻഡ് C4 പാത്വേനെ C4 പാത്വേ, വൈ ദിസ് 4 എന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ which is oxaloacetate. It is a 4 carbon organic compound. അപ്പൊ ഇതിന്റെ ആൻസർ ആയി. ആ സയൻസ് ഹാച്ചും സ്ലാക്കും ഡിസ്കവർ ചെയ്തോണ്ട് C4 പാത്വേനെ ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ എന്ന് വിളിച്ചു. ഇനി സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത് കാൽവിൻ സൈക്കിൾ. അപ്പൊ കാൽവിൻ സൈക്കിൾ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം എങ്ങനെ ഡാർക്ക് റിയാക്ഷനിൽ വരുന്ന മെയിൻ C3 പ്ലാന്റ്സിൽ നടക്കുന്ന മെയിൻ സൈക്കിളാണ് കാൽവിൻ സൈക്കിൾ. അതിന് നമ്മൾ C3 സൈക്കിൾ എന്ന് വേണമെങ്കിലും വിളിക്കാൻ പറ്റും. ആൻഡ് ഈ പ്രോസസ് ഡിസ്ക്രൈബ് ചെയ്തത് മെൽവിൻ കാൽവിനും അവരുടെ കോ വർക്കേഴ്സും ആണ്. ഈ മെൽവിൻ കാൽവിൻ എന്ന പേര് സയൻസിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഈ C3 പ്ലാന്റ്സിൽ എന്ത് പറ്റുന്നു? കാൽവിൻ സൈക്കിള് മീസോഫിൽ സെൽസിൽ നടക്കുന്നു. പക്ഷെ C4 പ്ലാന്റ്സിൽ എങ്ങനെയാണ്? നമുക്കറിയാം C4 പ്ലാന്റ്സ് സ്പെഷ്യൽ അനാറ്റമി, ക്രാൻസ് അനാറ്റമി ഒക്കെ ഉണ്ട്. ആൻഡ് C4 പ്ലാന്റ്സിന്റെ പ്രത്യേകത മീസോഫിലും ബണ്ടിൽ ഷീറ്റിലും ആയിട്ടാണ് നടക്കുന്നത്. ആൻഡ് ഈ C4 പ്ലാന്റ്സിന്റെ ഉള്ളില് C4 സൈക്കിൾ നടക്കുമ്പോൾ മീസോഫിൽ സെൽസ് എങ്ങനെയാണ് ഉണ്ടായി വരുന്ന ഓക്സാലോ അസറ്റിക് ആസിഡ് പതുക്കെ ഇങ്ങോട്ടേക്ക് പോകുന്നു, ബണ്ടിൽ ഷീറ്റിലേക്ക് പോകുന്നു. ആൻഡ് ഈ ബണ്ടിൽ ഷീറ്റില് ഒരു CO2 റിലീസ് ആവുന്നു അലോങ് വിത്ത് ഒരു 3 കാർബൺ പ്രോഡക്റ്റിന്റെ ഫോർമേഷൻ വിച്ച് ഇസ് പൈറുവിക് ആസിഡ്. അപ്പോ ആ പ്രോസസ് നടക്കുമ്പോൾ നമ്മുടെ ബണ്ടിൽ ഷീറ്റിലാണ് C4 പ്ലാന്റ്സിൽ ഹൈ എമൗണ്ട് ഓഫ് എന്തുള്ളത്? റുബിസ്കോ ഉള്ളത്. അപ്പൊ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് റുബിസ്കോ ഉള്ളതുകൊണ്ട് ഹൈ പ്രസൻസ് എന്നല്ല ഹൈ എമൗണ്ട് ഓഫ് റുബിസ്കോ ബണ്ടിൽ ഷീറ്റിലായതുകൊണ്ട് ബണ്ടിൽ ഷീറ്റിലെത്തുന്ന കാർബൺ ഡൈ ഓക്സൈഡ് റിലീസും കൂടി ആവുമ്പോൾ ഈ റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഡയറക്ട്ലി പോവാണ് ഏതിലേക്ക്? കാൽവിൻ സൈക്കിളിലേക്ക് വിത്തിൻ ദി ബണ്ടിൽ ഷീറ്റ് ഇറ്റ്സെൽഫ്. അപ്പൊ എന്ത് പറ്റുന്നു? നമ്മുടെ കാൽവിൻ സൈക്കിൾ C4 പ്ലാന്റ്സിൽ എവിടെ നടക്കുന്നു? ബണ്ടിൽ ഷീറ്റ് സെൽസിലേക്ക് നടക്കുന്നു. C3 സൈക്കിൾ ഇത്രയും കോംപ്ലക്സിറ്റി ഒന്നുമില്ല, അവർക്ക് ബണ്ടിൽ ഷീറ്റ് സെൽസേ ഇല്ല, ആകെ മീസോഫിൽ സെൽസിനാണ് C3 സൈക്കിളൊക്കെ നടക്കുന്നത്. അപ്പൊ കാൽവിൻ സൈക്കിളും ഇങ്ങനെയാണ് റിലേറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി പെപ് കാർബോക്സിലേസ് നമ്മുടെ C4 പാത്വേയില് എന്തായിട്ടാണ് പഠിച്ചത്? ഇനീഷ്യൽ ഫിക്സേഷൻ വേണ്ട മെയിൻ എൻസൈം ആയിട്ടാണ് പഠിച്ചത്. അതായത് ഇനീഷ്യൽ ഫിക്സേഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡിനെ ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ആയിട്ട് കൂട്ടിച്ചേർത്ത് വെച്ച് ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഓക്സാലോ അസറ്റിക് ആസിഡ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് പെപ് കാർബോക്സിലേസ്. ആൻഡ് ഇറ്റ് ഇസ് പ്രസന്റ് ഇൻ ദി മീസോഫിൽ സെൽസ് ഓഫ് C4 പ്ലാന്റ്സ്. ബണ്ടിൽ ഷീറ്റ് സെൽസ് ലാക്ക് പെപ്റ്റേസ് എൻസൈം. അതും ഇമ്പോർട്ടന്റ് ആയിട്ട് MCQ ആണ്. അപ്പൊ ഇതും നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇനി ഫോർത്ത് ചോദിച്ചിരിക്കുന്നത് എന്താ? ബണ്ടിൽ ഷീറ്റ് സെൽസ്. ബണ്ടിൽ ഷീറ്റ് സെൽസ് എങ്ങനെയാണ് C4 സൈക്കിളായിട്ട് അസോസിയേറ്റഡ്? എങ്ങനെയാണ്? നമുക്കറിയാം സെൽ സറൗണ്ടിങ് ദ വാസ്കുലർ ബണ്ടിൽസിനെയാണ് നമ്മൾ ബണ്ടിൽ ഷീറ്റ് എന്ന് വിളിക്കുന്നത്. പേര് പോലെ തന്നെ ബണ്ടിൽ ഷീറ്റ്, അതായത് സെൽസ് സറൗണ്ടിങ് നമ്മുടെ ബണ്ടിൽസ്, അതായത് വാസ്കുലർ ബണ്ടിൽസ്. ഇനി C4 പ്ലാന്റ്സിൽ മീസോഫിൽ സെൽസ് എങ്ങനെയാണ്? ബണ്ടിൽ ഷീറ്റിന്റെ ചുറ്റും ഒരു റീത്ത് പോലെയാണ് ഫോം ചെയ്യുന്നത്. റീത്ത് നമുക്കറിയാം ഒരു നടുക്ക് സാധനം ഉണ്ടാവും, അതിന് ചുറ്റും ഇങ്ങനെ ഫ്ലവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അപ്പൊ ഇതേപോലെ തന്നെ നമ്മുടെ ബണ്ടിൽ ഷീറ്റ് സെൽസ് എങ്ങനെയാണ്? ഒരു വാസ്കുലർ ബണ്ടിൽ നടുക്കുണ്ടാവും ആൻഡ് അതിന് ചുറ്റും എന്ത് അറേഞ്ച് ചെയ്തിരിക്കുകയായിരിക്കും? മീസോഫിൽ സെല്ലിന്റെ ഒരു ക്ലസ്റ്റർ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയായിരിക്കും. നടുക്ക് വാസ്കുലർ ബണ്ടിൽസ്, അതിന് ചുറ്റും ബണ്ടിൽ ഷീറ്റ് സെൽസ് ആൻഡ് അതിന് ചുറ്റും മീസോഫിൽ സെൽസ്. ഇനി ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? C4 പ്ലാന്റ്സിലെ സ്പെഷ്യൽ അനാറ്റമി അല്ലെങ്കിൽ ക്രാൻസ് അനാറ്റമി. ഇത്രയാണ് 8th ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക ഹാച്ച് സ്ലാക്ക് പാത്വേ എന്താണ്, എങ്ങനെയാണ് റിലേറ്റഡ്, കാൽവിൻ സൈക്കിളും പെപ് കാർബോക്സിലേസും ബണ്ടിൽ ഷീറ്റ് സെൽസിന്റെ ഒക്കെ സിഗ്നിഫിക്കൻസ് ജസ്റ്റ് ഒന്ന് പറയാം. ഇനി 9th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന വേർ ഇസ് NADP റിഡക്ടേസ്. അതിന് മുമ്പ് 9th ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ചാപ്റ്ററിന്റെ സിനോപ്സിസ് കൊടുക്കുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഡാർക്ക് റിയാക്ഷൻ, ലൈറ്റ് റിയാക്ഷൻ, ഡാർക്ക് റിയാക്ഷൻ ഒക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അത് കഴിഞ്ഞ് സൈക്കിൾസ് ഒക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, പാത്വേ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഡിഫറൻസസ് ബിറ്റ്വീൻ മീസോഫിൽ ബണ്ടിൽ ഷീറ്റിലെ ഡിഫറൻസസും കാര്യങ്ങളൊക്കെ ചാപ്റ്റർ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഓൾറെഡി. ഇനി C3 ഉം C4 പ്ലാന്റ്സിനും തമ്മിലെ മേജർ ഡിഫറൻസസ് ജസ്റ്റ് നോക്കാണ്. ഇതിപ്പോ നോക്കിയാല് നമുക്ക് ഇനി വരുന്ന ക്വസ്റ്റ്യൻസിന് അധികം എക്സ്പ്ലനേഷൻ വേണ്ടി വരില്ല. ഇപ്പോ C3 പ്ലാന്റ്സ് C4 പ്ലാന്റ്സിനും ആലോചിക്കുമ്പോൾ ഫസ്റ്റ് തിങ് വൈ C3 വൈ C4 എന്തുകൊണ്ടാണ്? ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് 3 കാർബൺ ആണ് വിച്ച് ഇസ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. ഇനി C4 പ്ലാന്റ്സിൽ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ആയിട്ടുള്ളത് 4 കാർബൺ ആണ് വിച്ച് ഇസ് ഓക്സാലോ അസറ്റേറ്റ്. സെക്കൻഡ് ഡിഫറൻസ് എന്താണ്?
ഏത് ടൈപ്പ് ഓഫ് സെൽസിലാണ് ഫോട്ടോസിന്തറ്റിക് ഫംഗ്ഷൻ നടക്കുന്നത്? C3 പ്ലാന്റ്സിൽ നമുക്കറിയാം ബണ്ടിൽ ഷീറ്റിന്റെ റെഫറൻസ് അവിടെ വരുന്നില്ല. ആകെ അവരിൽ എല്ലാ ഫംഗ്ഷനും ചെയ്യുന്നത് മീസോഫിൽ സെൽസ് ഒറ്റക്കാണ് ഓൺ ദി സർഫസ് ഓഫ് ലീവ്സ്. ഇനി C4 പ്ലാന്റ്സിലാണെങ്കിൽ മീസോഫിൽ സെൽസും വേണം, ബണ്ടിൽ ഷീറ്റ് സെൽസും വേണം. ഇനി C3 പ്ലാന്റ്സിൽ നടക്കുന്ന മെയിൻ സൈക്കിൾ C3 സൈക്കിൾ ആൻഡ് ഇറ്റ് റിക്വയർസ് കൂൾ ആൻഡ് വെറ്റ് എൻവയൺമെന്റ്. പക്ഷെ C4 സൈക്കിൾ നമുക്കറിയാം കുറച്ചും കൂടി ടോളറന്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് C4 പ്ലാന്റ്സ്. അതുകൊണ്ട് അവര് ട്രോപ്പിക്കൽ ആൻഡ് ഡ്രൈ എൻവയൺമെന്റിലും ഇവർക്ക് C4 സൈക്കിൾ നടത്താൻ പറ്റും. ഇനി ഓവറോൾ ടോട്ടൽ നമ്പർ ഓഫ് പ്ലാന്റ്സ് എല്ലാ പ്ലാന്റ്സിനും എടുത്തു നോക്കിയാൽ അതില് 95% ഓഫ് ഗ്രീൻ പ്ലാന്റ്സും എങ്ങനെയാണ് C3 പ്ലാന്റ്സ് ആയിരിക്കും. C4 പ്ലാന്റ്സ് അറൌണ്ട് 5% ഉള്ളൂ. അതും ഈ ബാക്കിയുള്ള പ്ലാന്റ്സിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ക്ലൈമറ്റിലൊക്കെയാണ് C4 പ്ലാന്റ്സ് കാണുന്നത്. ഇനി എക്സാമ്പിൾ ഓഫ് C3 ആൻഡ് C4 ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ് C3ന്റെ റൈസ്, വീറ്റ്, ഓട്സ്, ബാർലി, കോട്ടൺ, പീനട്സ് ഓപ്ഷൻസിൽ എന്ത് വരാം. അപ്പോ എങ്ങനെയെങ്കിലും ന്യൂമോണിക് വെച്ച് എല്ലാം ഓർത്തുവെക്കുന്ന രീതിയിൽ പഠിച്ചോളാം. ഇനി C4 പ്ലാന്റ്സ് അത് ഞാൻ ഓൾറെഡി പറഞ്ഞ റെയർ ആണ്. റെയർ തിങ് പഠിച്ചിട്ട് ഇതല്ലാത്ത ബാക്കിയെല്ലാം C3 ആണെന്നുള്ള രീതിയിലും പഠിച്ചു നോക്കാം. അപ്പൊ മെയ്സ്, ഷുഗർ കെയിൻ, പേൾ മില്ലറ്റ്, സോർഗം ഈ 4 എണ്ണും എന്താന്ന് പഠിക്കണം? C4 ആണെന്ന് പഠിക്കണം. അതല്ലാത്ത ബാക്കിയുള്ള നോർമൽ സാധനങ്ങളൊക്കെ C3 പ്ലാന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ക്രാൻസ് അനാറ്റമി, സ്പെഷ്യൽ അനാറ്റമി ഇത് നമ്മൾ എവിടെയാണ് പഠിച്ചത്? C4 പ്ലാന്റ്സിലാണ് ക്രാൻസ് അനാറ്റമി. മറ്റെടുത്ത് അങ്ങനെയുള്ള പ്രത്യേക അനാറ്റമികളൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. ഇനി ക്ലൈമറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. C3 പ്ലാന്റ്സ് മോർ ഇൻ ടെമ്പറേറ്റ് ക്ലൈമറ്റ്സ്, പക്ഷെ C4 പ്ലാന്റ്സ് മോർ ഇൻ എങ്ങനെയാണ്? ട്രോപ്പിക്കൽ ക്ലൈമറ്റ്സ് ആണ്. ഇനി അവരുടെ ക്ലോറോപ്ലാസ്റ്റ് എടുത്ത് നോക്കിയാൽ C3 പ്ലാന്റ്സിൽ വി കൻ സി ഓൺലി ഗ്രേനൽ ടൈപ്പ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. പക്ഷെ C4 പ്ലാന്റ്സിൽ ബോത്ത് ഗ്രാനൽ ആൻഡ് എ ഗ്രാനൽ ടൈപ്പ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് കുഡ് ബി സീൻ. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ആണ് നെക്സ്റ്റ് പാരാമീറ്റർ. കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നോക്കുമ്പോൾ എങ്ങനെയാണ്? C3 പ്ലാന്റ്സിൽ ഒരൊറ്റ തവണ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടക്കുന്നുള്ളൂ. പക്ഷെ C4 പ്ലാന്റ്സിൽ മീസോഫിൽ സെൽസ് ഉണ്ട്, ബണ്ടിൽ ഷീറ്റ് സെൽസ് ഉണ്ട്. മീസോഫിൽ സെൽസിൽ പെപ്റ്റേസ് ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്ത് എങ്ങനെ ഓക്സാലോ അസറ്റിക് ആസിഡും C4 സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തു. ഇനി അത് കഴിഞ്ഞ് ബണ്ടിൽ ഷീറ്റിലേക്ക് എത്തുന്ന ഓക്സാലോ അസറ്റിക് ആസിഡ് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്ത് 3 കാർബൺ കമ്പൗണ്ട് ആയ പൈറുവിക് ആസിഡ് അടക്കുമ്പോൾ അഗെയിൻ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആവുന്നുണ്ട്. അത് അഗെയിൻ ഫിക്സ് ചെയ്ത് C3 സൈക്കിൾ അല്ലെങ്കിൽ കാൽവിൻ സൈക്കിൾ അവിടെ നടക്കാൻ പോകും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ എത്ര പ്രാവശ്യം നടക്കുന്നുണ്ട്? ഒന്ന് മീസോഫിൽ സെല്ലിലും ഒന്ന് ബണ്ടിൽ ഷീറ്റ് സെല്ലിലും നടക്കുന്നുണ്ട്. ഇറ്റ് അക്കേഴ്സ് ട്വൈസ്. ഇനി മറ്റേ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു എന്ത്? എല്ലാ ഡാർക്ക് റിയാക്ഷൻ എല്ലാ സ്റ്റെപ്സും മീസോഫിൽ സെൽസിലാണ് C3 പ്ലാന്റ്സിൽ നടക്കുന്നത്. പക്ഷെ എങ്ങനെയാണ് ഇനിഷ്യൽ സ്റ്റെപ്സ് C4 സൈക്കിളിലെ ഇനിഷ്യൽ സ്റ്റെപ്സ് മീസോഫിലും ബാക്കിയുള്ള കുറച്ച് സ്റ്റെപ്സ് ബണ്ടിൽ ഷീറ്റിലാണ് നടക്കുന്നത്. ആൻഡ് ഓൾസോ കാൽവിൻ സൈക്കിളും C4ന്റെ ബണ്ടിൽ ഷീറ്റിലാണ് നടക്കുന്നത്. ഇനി ഒപ്റ്റിമം ടെമ്പറേച്ചർ റിക്വയർഡ് കുറച്ചും കൂടി കൂൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആണ് C3 പ്ലാന്റ്സിന് വേണ്ടത് കമ്പയർഡ് ടു C4 പ്ലാന്റ്സ്. ഇതെങ്ങനെയാണ്? കമ്പാരിറ്റീവ്ലി ഹയർ ആയിരിക്കും ഇൻ C4 പ്ലാന്റ്സ്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഫോട്ടോ റെസ്പിറേഷൻ. ഫോട്ടോ റെസ്പിറേഷൻ എന്ന പ്രോസസ് വിച്ച് ഇസ് വേസ്റ്റ് മെറ്റബോളിക്കലി വേസ്റ്റ് പ്രോസസ് ആണ്. അത് നടക്കുന്ന C3 പ്ലാന്റ്സിലാണ്. അപ്പൊ എങ്ങനെയാണ് ഈ വേസ്റ്റ് പ്രോസസ് നടക്കുന്നത്? എഫിഷ്യൻസി ഏതിനായിരിക്കും കൂടുതൽ? C4 പ്ലാന്റ്സിനായിരിക്കും എഫിഷ്യൻസി കുറച്ചുകൂടി കൂടുതൽ ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ. ആൻഡ് റേറ്റ് എടുത്ത് നോക്കിയാൽ സ്ലോ ആയിട്ടുള്ളതാണ് കുറച്ചുകൂടി C3 സൈക്കിൾ. പക്ഷെ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ഇസ് കമ്പാരിറ്റീവ്ലി ഫാസ്റ്റർ ഇൻ C4 പ്ലാന്റ്സ്. ഇനി ഫോട്ടോസിന്തസിസ് എപ്പോഴാണ് നടക്കുന്നത്? വെൻ സ്റ്റൊമേറ്റ ആർ ഓപ്പൺ. C4 പ്ലാന്റ്സിന് എങ്ങനെയാണ്? ഈവൻ വെൻ സ്റ്റൊമേറ്റ ആർ ക്ലോസ്ഡ് നമ്മുടെ ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റും. കാരണം എന്താ? ഓൾറെഡി സെല്ലിന്റെ ഉള്ളിൽ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അങ്ങനെ ഉള്ളിൽ തന്നെ ഇന്റേർണലി റിലീസ് ആവുകയാണെങ്കിൽ എങ്ങനെയാണ്? അത് ഡയറക്ട്ലി എടുത്ത് ഫിക്സ് ചെയ്ത് നമുക്ക് ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റും. അപ്പൊ ഫോട്ടോസിന്തസിസ് അക്കേഴ്സ് ഈവൻ വെൻ സ്റ്റൊമേറ്റ ഇസ് ക്ലോസ്ഡ്. അപ്പൊ ഇത്രയും മെയിൻ ഡിഫറൻസസ് ഈ ടേബിളും അറിഞ്ഞിരിക്കുക. ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. NCERT ഒരു ടേബിൾ കൊടുത്തിരുന്നു. ആൻഡ് ഈ ടേബിളും എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഞാൻ ജസ്റ്റ് സോൾവ് ചെയ്ത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ. അപ്പോ ഈ ടേബിളിൽ എങ്ങനെയാണ് ചോദിച്ചിരുന്നത്? C3 പ്ലാന്റ്സിലും C4 പ്ലാന്റ്സും നമ്മൾ സൈഡിൽ തന്നിട്ടുണ്ടെങ്കിൽ ചൂസ് ചെയ്യാനാണ് ചോദിച്ചിരുന്നത്. അപ്പോ കാൽവിൻ സൈക്കിൾ എവിടെയാണ് നടക്കുന്നതാണ് ക്വസ്റ്റ്യൻ. C3 പ്ലാന്റ്സിൽ കാൽവിൻ സൈക്കിൾ അല്ലെങ്കിൽ C3 സൈക്കിൾ നടക്കുന്ന എവിടെയാണ്? മീസോഫിൽ സെൽസ്. കാരണം എന്താ? ബണ്ടിൽ ഷീറ്റ് സെൽസ് കാൽവിൻ നമ്മുടെ C3 പ്ലാന്റ്സിൽ നമ്മൾ റെഫറൻസേ അവിടെ വരുന്നില്ല. പക്ഷെ C4 പ്ലാന്റ്സിന് ബണ്ടിൽ ഷീറ്റ് സെൽസ് നമ്മൾ ക്രാൻസ് അനാറ്റമിയിൽ പഠിച്ചു. അതോടുകൂടി തന്നെ നമ്മൾ പഠിച്ചിരുന്നു ബണ്ടിൽ ഷീറ്റ് സെൽസിന് റുബിസ്കോ കൂടുതലാണ്. റുബിസ്കോ കൂടുതലാകുമ്പോൾ എന്ത് പറ്റുന്നു? റുബിസ്കോ കൂടുതലാകുമ്പോൾ ബണ്ടിൽ ഷീറ്റ് സെൽസിൽ തന്നെ നമ്മുടെ കാൽവിൻ സൈക്കിളും നടക്കുന്നു.
അപ്പോ ഇവിടെ ആൻസർ എന്ത് വരും? ബണ്ടിൽ ഷീറ്റ്. ഇനി സെൽ ടൈപ്പ് ഇൻ വിച്ച് ഇനിഷ്യൽ കാർബോക്സിലേഷൻ റിയാക്ഷൻ ഒക്കർ. കാർബോക്സിലേഷൻ റിയാക്ഷൻ ഇനീഷ്യലി നടക്കുന്ന സെൽ ടൈപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരുന്നത്. ഏതാണ്? രണ്ടിലും മീസോഫിലാണ് ഇനീഷ്യൽ കാർബോക്സിലേഷൻ നടക്കുന്നത്. C3 പ്ലാന്റ്സിന് മീസോഫിൽ സെൽസ് മാത്രമേ ഉള്ളൂ. പക്ഷെ C4 പ്ലാന്റ്സിന് C4 സൈക്കിൾ പെപ് കേസിനാലാണ് ഇനീഷ്യേറ്റ് ആവുന്നത്. പെപ് കേസ് ഇസ് ആബ്സെന്റ് ഇൻ ബണ്ടിൽ ഷീറ്റ് സെൽസ്, അല്ലെങ്കിൽ ബണ്ടിൽ ഷീറ്റ് സെൽസ് ലാക്ക് പെപ് കേസ്. NCERTലെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ബണ്ടിൽ ഷീറ്റ് സെൽസ് ലാക്ക് പെപ് കേസ്. അപ്പോ ഇവിടെ initial carboxylation occurs in mesophyll cells. How many cell types does the leaf have that fix CO2 എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് നമുക്കറിയാം, ഇതിലൊരു ഒറ്റൊന്നേ ഉള്ളൂ mesophyll cells. പക്ഷെ ഇതിലെങ്ങനെയാണ് C4 പ്ലാന്റ്സിന് രണ്ടെണ്ണം ഉണ്ട് mesophyll cells in bundle sheet. who is the primary carbon dioxide acceptor? ആരാണ്? C3 പ്ലാന്റ്സിന് നമുക്കറിയാം RUPP ആണ്. അതേസമയം C4 പ്ലാന്റ്സിന് ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ആണ്. ഇനി നമ്പർ ഓഫ് കാർബൺസ് ഇൻ ദി പ്രൈമറി CO2 acceptor. ഇത് RUPP എത്ര കാർബൺ ആണ്? 5 കാർബൺ ആണ്. അതേപോലെ PEP എത്ര കാർബൺ ആണ്? 4 കാർബൺ ആണ്. 4 കാർബൺ അല്ല, 3 കാർബൺ. ഇങ്ങനെ ആലോചിച്ചാൽ മതി. C4 സൈക്കിളില് ഫസ്റ്റ് ഉണ്ടാകുന്ന സ്റ്റേബിൾ പ്രോഡക്റ്റ് 4 കാർബൺ ആണ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് 4 കാർബൺ കിട്ടാൻ. അപ്പൊ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഫിക്സ് ചെയ്യുന്ന ആളുടെ കൂടെയുള്ള സാധനത്തിന് എത്ര കാർബൺ വേണം? 3. അങ്ങനെയാണെങ്കിൽ 3+1 4 ആവുള്ളൂ. ഇതേ ലോജിക്ക് അപ്പുറത്ത് ആലോചിച്ചാൽ തെറ്റിപ്പോകും. കാരണം എന്താ? RUPP 5 കാർബൺ ആണ്. ഇതിലൊരു CO2 കൊണ്ടുവന്നാൽ 6 കാർബൺ ആവും. അപ്പൊ 6 കാർബൺ ആണ് ഫസ്റ്റ് C3 സൈക്കിളിലെ ഫസ്റ്റ് പ്രോഡക്റ്റ് അല്ല, 3 കാർബൺ ആണ്. കാരണം എന്താ? അതിന് സ്പ്ലിറ്റിംഗ് നടക്കുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റിന്റെ കേസാണ് ചോദിക്കുന്നത്, ഫസ്റ്റ് പ്രോഡക്റ്റിന്റെ കേസ് അല്ല. അവിടെ ഉണ്ടാവുന്ന ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണ് ഉണ്ടാവുന്നത്, വിച്ച് ഇസ് 3 കാർബൺ നോട്ട് 6. അപ്പൊ അങ്ങനെ രണ്ടെടുത്ത് ഉപയോഗിക്കുന്നത് ഇവിടെ മാത്രമേ പറ്റുള്ളൂ. ഇനി വിച്ച് ഇസ് ദ പ്രൈമറി CO2 ഫിക്സേഷൻ പ്രോഡക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഇവിടെ 3 കാർബൺ ഉള്ള ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണ്. മറ്റൊരു C4 സൈക്കിളിലെ ഫസ്റ്റ് പ്രോഡക്റ്റ് 4 കാർബൺ ഉള്ള ഓക്സാലോ അസെറ്റിക് ആസിഡ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് കാർബൺസ് ഇൻ ദി പ്രൈമറി ഫിക്സേഷൻ പ്രോഡക്റ്റ്. പ്രൈമറി ഫിക്സേഷൻ പ്രോഡക്റ്റിൽ എത്രയുണ്ട്? അത് ജസ്റ്റ് ആലോചിക്കാം. C3 സൈക്കിളിൽ ഫസ്റ്റ് പ്രോഡക്റ്റിന് 3 കാർബണിലുകൊണ്ടാണ് C3 സൈക്കിളിന് വിളിച്ചത്. C4 സൈക്കിളിൽ 4 കാർബണിലുകൊണ്ടാണ് C4 സൈക്കിളിന് വിളിച്ചത്. ഇനി ഡസ് ദി പ്ലാന്റ് ഹാവ് റുബിസ്കോ? എങ്ങനെയാണ്? നമുക്കറിയാം റുബിസ്കോ ഉണ്ടെങ്കിലേ കാൽവിൻ സൈക്കിൾ അല്ലെങ്കിൽ C3 സൈക്കിൾ നടക്കുള്ളൂ. എല്ലാ ഗ്രീൻ പ്ലാന്റ്സിലും ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള പ്ലാന്റ്സിലും കാൽവിൻ സൈക്കിൾ നടക്കുന്നുണ്ട്. കാൽവിൻ സൈക്കിൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ആര് കാരണമായിരിക്കും? റുബിസ്കോ കാരണം ആയിരിക്കും. അപ്പോൾ എല്ലാ തരം പ്ലാന്റ്സിലും റുബിസ്കോ ഉള്ളത് കൊണ്ട് തന്നെ എല്ലായിടത്തും നമുക്ക് യെസ് ഇട്ട് കൊടുക്കാം. ഡസ് ദി പ്ലാന്റ് ഹാവ് പെപ് കേസ്? പെപ് കേസിന്റെ കേസിൽ എങ്ങനെയാണ്? നമുക്കറിയാം C4 മാത്രമേ പെപ് കേസ് ഉള്ളൂ. അതും C4 മീസോഫിൽ മാത്രമേ പെപ് കേസ് ഉള്ളൂ. ബണ്ടിൽ ഷീറ്റ് സെൽസ് ലാക്ക് പെപ് കേസ്. അപ്പോ ഇവിടെ യെസ് എഴുതാം. പക്ഷെ ഇവിടെ C4 സൈക്കിൾ C3 പ്ലാന്റ്സിൽ നടക്കാത്തതുകൊണ്ട് നോ എഴുതാം. വിച്ച് സെൽസ് ഇൻ ദ പ്ലാന്റ് ഹാവ് റുബിസ്കോ എന്നാണ് ക്വസ്റ്റ്യൻ. ഏതിലാണ്? നമുക്കറിയാം ഇവിടെ മീസോഫിൽ സെൽസിനാണ് റുബിസ്കോ. ഇനി ഇവിടെ തിരിച്ച് എങ്ങനെയാണ്? ബണ്ടിൽ ഷീറ്റ് സെൽസിലാണ് റുബിസ്കോ ഉള്ളത്. ഇനി CO2 ഫിക്സേഷൻ റേറ്റ് അണ്ടർ ലൈറ്റ് കണ്ടീഷൻ എങ്ങനെയാണ്? ലോ ആണോ, ഹൈ ആണോ, മീഡിയം ആണോ എന്നാണ് ചോദിച്ചത്. ഇവിടെ എങ്ങനെയാണ്? C3 മീഡിയം ലൈറ്റ് കണ്ടീഷൻ, മീഡിയം ആയിട്ടേ ഹൈ ലൈറ്റ് കണ്ടീഷൻ നടക്കുള്ളൂ. പക്ഷെ C4 ടോളറന്റ് ആയിരുന്നു, ഹൈ ആയിട്ട് നടക്കുന്നു. വെദർ ഫോട്ടോ റെസ്പിറേഷൻ ഇസ് പ്രസന്റ് അറ്റ് ലോ ലൈറ്റ് ഇന്റൻസിറ്റി. എങ്ങനെയാണ്? C3 സൈക്കിളില് ഫോട്ടോ റെസ്പിറേഷൻ പ്രോസസ്, ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം പറഞ്ഞാൽ ലൈറ്റ് ഇന്റൻസിറ്റി ആണ്. അപ്പോ ലൈറ്റ് ഇന്റൻസിറ്റി എടുത്ത് നോക്കിയാല് മോസ്റ്റ്ലി ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നത് ഹൈ ലൈറ്റ് ഇന്റൻസിറ്റിയിലാണ്. പക്ഷെ ഹൈ ലൈറ്റ് ഇന്റൻസിറ്റിയിലും ഇവിടെ എങ്ങനെയാണ്? ഹൈ ആയിട്ട് C3 പ്ലാന്റ്സ് ഹൈ ആയിട്ട് നടക്കും. അപ്പോഴും C4 പ്ലാന്റ്സ് ആർ എങ്ങനെ? റെസിസ്റ്റന്റ് ടു ഫോട്ടോ റെസ്പിറേഷൻ, അവിടെ നെഗ്ലിജിബിൾ ആയിരിക്കും. ഇനി ലോ ലൈറ്റ് ഇന്റൻസിറ്റിയിൽ ആരായാലും എങ്ങനെയാണ്? നെഗ്ലിജിബിൾ ആണ്. കാരണം അത് ലൈറ്റ് ഇന്റൻസിറ്റിയിൽ ഡിപെൻഡന്റ് ആണ് ആ പ്രോസസ്. ഇനി വെദർ ഫോട്ടോ റെസ്പിറേഷൻ വുഡ് ബി പ്രസന്റ് അറ്റ് ലോ CO2 കോൺസെൻട്രേഷൻ, അതായത് CO2 കോൺസെൻട്രേഷൻ കുറവായിരിക്കുമ്പോൾ എങ്ങനെ ഫോട്ടോ റെസ്പിറേഷൻ നടക്കുമോ? അതാണ് മെയിൻ റീസൺ. CO2 റുബിസ്കോന് എങ്ങനെയാണ്? രണ്ട് എൻസൈമിനോടും അഫിനിറ്റി ഉണ്ട്. ആൻഡ് CO2 കുറവുള്ള കണ്ടീഷനിൽ ആണ് എന്ത് നടക്കുന്നത്? C3 പ്ലാന്റ്സിൽ ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് എഴുതാൻ പറ്റും? യെസ് എന്നാണ് ഇവിടെ ആൻസർ ചോദിച്ചത്. ഹൈ ആണോ ലോ ആണോ? അപ്പൊ ഇങ്ങനെ ഹൈ എന്ന് ഇവിടെ എഴുതാൻ പറ്റും. ഇതേ സമയം ഇപ്പുറത്ത് നെഗ്ലിജിബിൾ. കാരണം എന്താ? C4 പ്ലാന്റ്സിൽ ഫോട്ടോ റെസ്പിറേഷൻ തീരെ ഇല്ല. ഇനി വെദർ ഫോട്ടോ റെസ്പിറേഷൻ വുഡ് ബി പ്രസന്റ് അറ്റ് ഹൈ CO2 കോൺസെൻട്രേഷൻ.
CO2 കോൺസെൻട്രേഷൻ ഒരുപാട് ഉണ്ടെങ്കിൽ ഹൈ CO2 കോൺസെൻട്രേഷനിൽ ഫോട്ടോ റെസ്പിറേഷൻ നടക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? നെഗ്ലിജിബിൾ, ആവശ്യം ഇല്ല. മറ്റെടുത്ത് എപ്പോഴും നെഗ്ലിജിബിൾ ആണ്, കാരണം അവിടെ ഫോട്ടോ റെസ്പിറേഷനേ ഇല്ല. ഇനി ഒപ്റ്റിമം ടെമ്പറേച്ചർ എത്രയായിരിക്കും? നമുക്കറിയാം കുറച്ചും കൂടി ലോ ടെമ്പറേച്ചേഴ്സ് ആണ് ഇവിടെ, കുറച്ചും കൂടി ഹൈ ടെമ്പറേച്ചേഴ്സ് ആണ് മറ്റെടുത്ത്. അപ്പൊ ഇതിൽ ലോ ഏതാണ്? 20 to 25 ആണ് നമ്മുടെ C3 പ്ലാന്റ്സിന്, ആൻഡ് മറ്റെടുത്ത് 30 to 40 അത്രയും ഡിഗ്രി സെൽഷ്യസ്. ഇനി എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു C3 പ്ലാന്റ്സിലും C4 പ്ലാന്റ്സിലെയും. C4ന്റെ നമ്മൾ എന്തോ കണ്ടിരുന്നു? മെയ്സ്, സോർഗം, ഷുഗർ കെയിൻ, മില്ലറ്റ് ഒക്കെ കണ്ടിരുന്നു. ബാക്കിയുള്ള ഇപ്പുറത്ത് എന്തൊക്കെ എഴുതാം? കുറെ എക്സാമ്പിൾസ് കണ്ടിരുന്നു, അതിന് ഏത് വേണമെങ്കിലും എഴുതാം, കാരണം 90% ഓഫ് ഗ്രീൻ പ്ലാന്റ്സ് ആർ C3. റൈസ്, വീറ്റ്, ഓട്സ്, ബാർലി, കോട്ടൺ, പീനട്സ്, ടൊബാക്കോ, സോയാബീൻ, ഇവര് എന്ത് വേണമെങ്കിലും എഴുതാം. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഷുഗർ കെയിൻ C4, പക്ഷെ ഷുഗർ ബീറ്റ് ആണ് ചോദിക്കുന്നത്. ഷുഗർ കെയിൻ ആണോ എന്ന് തെറ്റിദ്ധരിച്ച് C4 എന്ന് എഴുതരുത്, ഷുഗർ ബീറ്റ് C3. അപ്പോൾ ഈ ടേബിളും നേരത്തെ പറഞ്ഞ ടേബിളും ആ രണ്ട് ടേബിളും ഹൈലൈറ്റ് ചെയ്യാൻ പഠിച്ചു വെക്കുന്നതാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഫോർ ദ സേക്ക് ഓഫ് കംപ്ലീഷൻ ഇവിടെ രണ്ട് എക്സാമ്പിൾ എഴുതാം. വീറ്റ്, റൈസ്, ആണെങ്കിൽ ഷുഗർ ബീറ്റ് എന്നും കൂടെ എഴുതാം. ഷുഗർ കെയിനും ഷുഗർ ബീറ്റും സെയിം ആണെന്ന് വിചാരിച്ച് കൺഫ്യൂസ്ഡ് ആവില്ല. ഈ ടേബിളും മറ്റേ ടേബിളും അറിഞ്ഞിരിക്കാം. ഇനി ക്വസ്റ്റനിലേക്ക് തിരിച്ചു വരാണെങ്കിൽ 9th ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്ന where is NADP reductase enzyme located in the chloroplast? What is the role of this enzyme in proton gradient development? NADP reductase ഒരു 10 പ്രാവശ്യം വന്നിട്ടുണ്ടാവും. NADP reductaseന്റെ ലൊക്കേഷൻ എവിടെയാണ്? സ്ട്രോമൽ സൈഡ് ഓഫ് തൈലക്കോയിഡ് മെംബ്രെയിൻ, അതിന്റെ ഔട്ടർ സൈഡ് ഓഫ് തൈലക്കോയിഡ് മെംബ്രെയിൻ. ഇനി റോൾ എന്താണ് ഓഫ് പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഡെവലപ്മെന്റിൽ എന്താണ് ഈ എൻസൈമിന്റെ റോൾ എന്നാണ് ക്വസ്റ്റൻ ചോദിച്ചത്. NADP reductaseന്റെ മെയിൻ ഫംഗ്ഷൻ റിഡക്ഷൻ ഓഫ് NADP ടു NADPH plus H+. ഈ പ്രോസസ്സ് നടക്കണമെങ്കിൽ ഇലക്ട്രോൺസും വേണം, അതേപോലെ തന്നെ H+ വേണം, എന്നാലേ NADPH ആവാൻ പറ്റുള്ളൂ. ഇലക്ട്രോൺസ് നമുക്കറിയാം H- ഇലക്ട്രോൺസ് PS2 നടന്ന് ഫൈനലി അക്സെപ്റ്റ് ചെയ്തിട്ടാണ് NADPH ഉണ്ടാവുന്നത്. പക്ഷെ H+ എവിടെ നിന്ന് എടുക്കും? അതായത് സ്ട്രോമേന്ന് H+ ലൂമനിലേക്ക് എടുക്കും. അങ്ങനെ സ്ട്രോമേല് കുറച്ചും കൂടി, അതായത് അങ്ങനെ ലൂമനിൽ കുറച്ചും കൂടി അക്യുമുലേഷൻ ഓഫ് H+ന് കാരണക്കാരൻ ആവും ആര്? NADP റിഡക്ടേസ്. അങ്ങനെ പ്രോട്ടോൺ ഗ്രേഡിയന്റ് സെറ്റ് ചെയ്യുന്നു. പ്രോട്ടോൺ ഗ്രേഡിയന്റ് സെറ്റ് ചെയ്യാൻ മെയിൻ റോൾ ആര് നിർവഹിക്കുന്നുണ്ട്? NADP റിഡക്ടേസ്. അപ്പൊ പ്രോട്ടോൺസ് റിലീസ്ഡ് ബൈ ദ റിഡക്ഷൻ ഓഫ് NADP ആർ പംപ്ഡ് ഇൻസൈഡ് ദി തൈലക്കോയിഡ് ലൂമൻ. ഇതിന്റെ കാരണം ഇതിന്റെ റിസൾട്ട് ആയിട്ട് concentration of protons increases in the lumen as compared to the outside. This leads to the formation of proton gradient. So ഇത്രയാണ് ഏത് ക്വസ്റ്റൻ ആൻസർ? 9th ക്വസ്റ്റന്റെ ആൻസർ. ഇനി 10th ക്വസ്റ്റൻ. ATPase enzyme consists of 2 parts. What are those parts? How are they arranged in the thylakoid membrane? Conformational change occur in which part of the enzyme? അപ്പോൾ ATP സിന്തേസിന്റെ സ്ട്രക്ചർ എടുത്ത് നോക്കിയാൽ ഏതാണ്ട് ഇങ്ങനെ നമുക്ക് കാണാം. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ നമുക്ക് എടുത്തു നോക്കാം. ഇതില് ഇങ്ങനെ എടുക്കുമ്പോൾ തെറ്റ് പോകരുത്. എങ്ങനെയാണ്? ഇതാണ് നമ്മുടെ മെംബ്രെയിൻ ആണെങ്കിൽ തൈലക്കോയിഡ് മെംബ്രെയിൻ ഇതാണ്. അപ്പോൾ ഈ എൻസൈമിന് 2 പാർട്ട് ഉണ്ട്. ഒന്ന് ഇന്റഗ്രേറ്റഡ് വിത്തിൻ ദി തൈലക്കോയിഡ് മെംബ്രെയിൻ, ഒന്ന് പ്രൊജക്ട്സ് ഔട്ട്സൈഡ്. അപ്പൊ ഇങ്ങനെ 2 പാർട്ട് ഉണ്ട്. അപ്പോ ഒന്ന് ഇന്റഗ്രൽ പാർട്ടും ഒന്ന് പ്രൊജക്ട് ചെയ്യുന്ന ഒരു പാർട്ടാണ് നമുക്ക് മനസ്സിലായി. ആൻഡ് ഈ രണ്ടെണ്ണത്തെ നമ്മൾ 2 പേര് കൊടുത്തു. ഈ ഇന്റഗ്രൽ പാർട്ടിന് F1 എന്ന് വിളിച്ചു, F0 എന്ന് വിളിച്ചു, ആൻഡ് ഈ പുറത്തോട് പ്രൊജക്ട് ചെയ്യുന്നതിന് F1 എന്ന് വിളിച്ചു. അപ്പോ ഇതിന്റെ പാർട്ട് പറയാനാണെങ്കിൽ ഒരു F1 ഉണ്ട്, F0 ഉണ്ട്. ഈ F1 which is this projected part which is outside the thylakoid membrane, അതിനെ നമ്മൾ അതിന്റെ ഷേപ്പ് പോലെ തന്നെ ഹെഡ് എന്ന് വിളിച്ചു. ആൻഡ് ഈ ഹെഡിൽ ഉള്ള ഇതെങ്ങനെയാണ്? ഇതൊരു പ്രോട്ടീൻ കോംപ്ലക്സ് ആണ്, അതായത് പെരിഫറലി കാണുന്ന ഒരു മെംബ്രെയിൻ പ്രോട്ടീൻ കോംപ്ലക്സ് ആണ്. ആൻഡ് ഇതിലാണ് ATP സിന്തസിസിന് വേണ്ട സൈറ്റ് ഉള്ളത്. പിന്നെ എന്തൊക്കെ എഴുതാം? പെരിഫറൽ മെംബ്രെയിൻ പ്രോട്ടീൻ കോംപ്ലക്സ് ആൻഡ് ഓൾസോ സൈറ്റ് for ATP synthesis. അതേസമയം F0 നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഇസ്
എന്താണ് ഇന്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻ കോംപ്ലക്സ് ആണ്. പെരിഫറൽ അല്ല, ഇന്റഗ്രൽ. ഇന്റഗ്രേറ്റ് ചെയ്ത് ചെയ്യാണ് തൈലക്കോയിഡ് മെംബ്രെയിനില് മെംബ്രെയിൻ പ്രോട്ടീൻ കോംപ്ലക്സ് സെയിം തന്നെ. ഞാൻ MPC എന്നാണ്. ഇന്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻ കോംപ്ലക്സ് ആണ്. ആൻഡ് ഇതാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഒരു ചാനൽ ഫോം ചെയ്യുന്നത് ത്രൂ വിച്ച് നമ്മുടെ പ്രോട്ടോൺ ഇസ് എങ്ങനെ ക്രോസിംഗ് ദി ഇന്നർ മെംബ്രെയിൻ. channel through which proton crosses inner membrane. ഇനി ഈ F1 ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് സൈറ്റ് ഫോർ ATP സിന്തസിസ് ആണ്. ആൻഡ് ഇവിടെയാണ് എന്ത് നടക്കുന്നത്? ഒരു കൺഫർമേഷണൽ ചേഞ്ച് നടക്കുന്നു ഇൻ ദി F1 പോർഷൻ ഓഫ് ദി ATP സിന്തേസ്. അങ്ങനെ ഫൈനലി ഈ കൺഫർമേഷണൽ ചേഞ്ച് വഴിയാണ് ATP സിന്തസിസ് ഉണ്ടാവുന്നത്. ഇനി ഈ ഡയഗ്രാം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാം. ഇത് നമ്മുടെ മെംബ്രെയിൻ ആണ്. ആൻഡ് മെംബ്രെയിന്റെ പുറത്ത് നമുക്ക് തൈലക്കോയിഡ് മെംബ്രെയിന്റെ പുറത്ത് എങ്ങനെയായിരിക്കും? H+ കോൺസെൻട്രേഷൻ. ഇതാണ് ഔട്ട്സൈഡ്, ഇത് ഇന്നർ സൈഡ്, അതായത് ലൂമൻ. ലൂമനിൽ എങ്ങനെയായിരിക്കും? നമ്മുടെ H+ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും ഡ്യൂ ടു സെറ്റ് പ്രോട്ടോൺ ഗ്രേഡിയന്റ്. ആൻഡ് ഈ പ്രോട്ടോൺ ഗ്രേഡിയന്റ് കൂടുന്നതുകൊണ്ടാണ് ഇതിന്റെ ചാനലിന്റെ ഉള്ളിൽ കൂടി നമ്മുടെ H+ വരുന്നു. ആൻഡ് ഫൈനലി ഇവിടെ ഒരു കൺഫർമേഷണൽ ചേഞ്ച് നടക്കുന്നു. ഇതിന്റെ ട്രാൻസ്പോർട്ട് കാരണം, H+ന്റെ ട്രാൻസ്പോർട്ട് കാരണം ഈ കൺഫർമേഷണൽ ചേഞ്ച് ഫൈനലി എന്തുണ്ടാക്കാണ്? ADP-നെ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് വെച്ച് ഫോസ്ഫോറൈലേറ്റ് ചെയ്ത് ATP സിന്തസിസ് ഉണ്ടാക്കാണ്. അപ്പൊ നമുക്ക് ഈ ATP സിന്തേസിനെ F1 F0 ATP സിന്തേസ് നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണ്? ഇറ്റ് ഹാസ് 2 യൂണിറ്റ്സ്, F0 and F1, and F0 subunit is present within the thylakoid membrane, F1 subunit facing the stroma of chloroplast. ഇനി when protons pass through F0 subunit, അതായത് നമ്മുടെ ഹെഡ് അല്ലാത്ത റീജിയൻ, ഇന്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻ കോംപ്ലക്സിനുള്ളിൽ കൂടെ പോകുമ്പോൾ ഈ നമ്മുടെ ഹെഡ് അല്ലെങ്കിൽ F1 അവിടെ ഒരു റൊട്ടേഷൻ നടക്കാണ്, അതായത് ഒരു കൺഫർമേഷണൽ ചേഞ്ച് നടക്കാണ്. ആൻഡ് ഫൈനലി റിലീസ് ഓഫ് ATP മോളിക്യൂൾസ് ഇൻ ടു ദി സ്ട്രോമ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് നടക്കാണ് ഡ്യൂ ടു ദിസ് കൺഫർമേഷണൽ ചേഞ്ച് ആൻഡ് റൊട്ടേഷൻ ഓഫ് F1 സബ് യൂണിറ്റ്. ഇത്രയാണ് 10th ക്വസ്റ്റ്യൻ ആൻസർ. ഇനി 11th ക്വസ്റ്റ്യൻ തൊട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു.